ഓക്കെ പെർഫെക്റ്റ്. സോ ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഫഹദുമായിട്ട് വൺ മോർ ടോക്ക്, നമ്മൾ ഫഹദിനെ തിരിച്ച് ഈ ഒരു വീക്കിന്റെ റിവ്യൂവും കാര്യങ്ങളും നോക്കാനും അതേപോലെ പുതിയ കുറച്ച് ഇൻസൈറ്റ്സ് നോക്കാനുമായിട്ട് നമ്മൾ ഫഹദിനെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ഫഹദ യു ഷുഡ് ഡു സം ഷോർട്ട് വീഡിയോസ് ഓർ ട്രിക്സ് ലൈക്ക് ഇൻ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ, സോ പീപ്പിൾ ക്യാൻ ഡയറക്ട്ലി ഫോളോ അപ്പ് ആൻഡ് വാച്ച് ത്രൂ. I'm definitely working on it. ഷുവർ. നമുക്കപ്പം ഈ ഒരു വീക്കിന്റെ നോക്കാം. നമുക്ക് എന്നിട്ട് ഒബ്വിയസ്ലി ഈ കോൺവേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ജെംസും കാര്യങ്ങളും കിട്ടും. വളരെ പ്രിസൈസ് ആയിട്ട് മാർക്കറ്റ് റീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ പ്രിസിഷനും ടൈമും ICT കോൺസെപ്റ്റ്സും എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ വീഡിയോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്കപ്പം ഈ ഒരു വീക്ക് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഫാദിന്റെ വ്യൂ എന്നും, അതേപോലെ ഈ ഒരു വീക്ക് തുടങ്ങി കഴിഞ്ഞ് മൺഡേ എങ്ങനെയാണ് ഫാദിന്റെ വ്യൂസ് ഷേപ്പ് ചെയ്തതെന്നും, പിന്നെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ ഒരു ദിവസങ്ങൾ എങ്ങനെയാണ് ബയാസും കാര്യങ്ങളും തീരുമാനിച്ചതെന്നും, എങ്ങനെയാണ് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്തതെന്നും, ബൈ നോക്കിയത് എങ്ങനെയാണെന്നും നോക്കി കൺഫ്ലുവൻസസും കാര്യങ്ങളും ടൈമും എല്ലാം നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വീക്ക്ലി ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണ ഒരു കീ റെഫറൻസ് പ്രൈസ് പോയിന്റ് ആണ് ഈ വീക്ക്ലി ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് പ്ലോട്ട് ചെയ്ത് പിന്നെ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എൻ്റെ ഒരു ഓൾ ഓവർ നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ലെവലായിരിക്കും ഈ ഒരു ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രീവിയസ് ക്വാർട്ടേഴ്സിൻ്റെ ലോയിൽ. ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ ഈ മീൻ ത്രഷോൾഡും അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ലെവൽസും അതേപോലെ ഈ ക്വാഡ്രൻസ് ലെവലിനൊക്കെ കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷനും അതേപോലെ തന്നെ ഈ വീക്കിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ലൈക്ക് എങ്ങനെ ഫ്രെയിം ചെയ്തു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. സോ എക്സാക്ട്ലി നമുക്ക് ഈ ഒരു ദിവസമായിരുന്നു നമ്മളെ വീക്ക് ഓപ്പൺ ചെയ്തത്. സോ മൺഡേയിലെ പ്രൈസ് ആക്ഷൻ നോക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ദിസ് ഈസ് എ ഡെയിലി CB. ഇപ്പം ഞാൻ IFEG ആയിട്ടുണ്ട് പ്രൈസ് ഈ ഒരു കീ ലെവൽ. ദിസ് വാസ് എൻ CB. സോ ഇതായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക ഒരു കീ ലെവൽ. സോ ഫോർ ദ മൺഡേ. സോ മൺഡേയുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹവർലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ഓപ്പൺ ദ സെഷൻസ് ചാർട്ട്. മൺഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഷ്യൻ അക്യുമുലേറ്റ് ചെയ്ത് ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്ത് യു ക്യാൻ സീ വേർ ഡസ് ഇറ്റ് മാനിപ്പുലേറ്റ്. ഓക്കെ, ലെറ്റ് മീ ഷോ ഇറ്റ്. ലൈക്ക് ഇത് റിജക്ഷൻ ബ്ലോക്കാണ്. ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലോട്ട് പ്രൈസ് റീപ്രൈസ് ചെയ്തിട്ടില്ല. ബട്ട് യു ക്യാൻ സീ ഈ ഒരു വിക്കിൻ്റെ മിഡ് പോയിന്റിൽ ഈ ഒരു വിക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ബോഡി ഈ ഒരു കോൺസെൻട്രേഷൻ ലെവലിൻ്റെ അടിയിലോട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് എ റെഫറൻസ് പോയിന്റ് where the price is accumulating lower prices. As you can see ഈ എക്സാക്ട് ഈ ലെവലിൽ നിന്നാണ് പ്രൈസ് റിജക്റ്റ് ചെയ്തിട്ട് താഴെ വന്നിട്ടുള്ളത്. ഓക്കെ, എക്സാക്ട്ലി ഇതൊരു റെഫറൻസ് പോയിന്റ് ആണ്. പ്രൈസ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്യേണ്ട. ഇതൊരു വീക്ക്നെസ് ആണ് ഇവിടെ കാണിക്കണത്. ഈ ഒരു വിക്കിൻ്റെ ഇന്ന് വീക്ക്നെസ് ആണ് കാണിക്കണത്. പ്രൈസ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഈ റിജക്ഷൻ ബ്ലോക്കിലോട്ട് റീപ്രൈസ് ഓർ റീബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇവിടെ ഒരു SMT കൂടി ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു വലിയൊരു കൺഫ്ലുവൻസ് ആണ്. സോ ഗോയിങ് ഫോർ ദ ഇനി ന്യൂയോർക്കിൽ എന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. 50 മിനിറ്റ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ 50 മിനിറ്റ്സിലും ആ ഒരു ബോഡി എവിടെ ക്ലോസ് ചെയ്തേക്കണേ ഈ ഒരു വിക്കാണ്. ഈ ഒരു വിക്കിൻ്റെ CEൻ്റെ അടിയിലാണ് ബോഡീസ് ആർ റെസ്പെക്റ്റിംഗ് എക്സാക്ട്ലി അൽഗോരിതമിക്കലി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം. വാട്ട് ഹാപ്പൻസ് മൺഡേ എവ്രി വൺ ഹാസ് ടുക്കൻ ദിസ് ലോങ് ആൻഡ് ഐവ് ടേക്കൻ ദിസ് ഷോർട്ട്. ലൈക്ക് പ്രൈസ് ആക്ച്വലി എല്ലാവരും ലോങ് പോയത് ലൈക്ക് ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ഈ ഒരു ലോങ് പോയത്. ബട്ട് എനിക്ക് മേജറായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ലെവലിൽ നിന്നല്ല പ്രൈസ് ഈ ഒരു ലോങ് പോയത്. സോ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഷോർട്ട്സ് ആൻഡ് പ്രൈസ് എക്സാക്ട്ലി ഈ ഒരു ബ്രേക്കറിൽ ടാപ്പ് ആയപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഷോർട്ട് പോയിരുന്നു. സോ ഐ ക്യാൻ ഷോ യു ദാറ്റ്. ഒരുപാട് പാറ്റേൺ ട്രേഡേഴ്സ് എക്സ്പോസ് ആവുന്ന ഒരു ഏരിയയാണ്. ഞാൻ ഇതൊന്ന് എന്താ പറയാ ഒരു ഫോർകാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പെസിഫിക് ഏരിയ കണ്ടാ അറിയാം മിക്ക ആൾക്കാരും പാറ്റേൺ ട്രേഡേഴ്സ് ആണ് അത് നോക്കിയിരിക്കുന്നത്.
പോയിന്റ് ഒന്ന് ക്ലീൻ ആയിട്ടൊന്ന് മാർക്ക് ചെയ്താട്ടെ. യാ, സോ എവ്രി വൺ ഹാവ് ടുക്കൺ ദിസ് ലോങ് ബേസ്ഡ് ഓൺ ദിസ് IFEG. നിങ്ങൾക്ക് എക്സാക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് 9:30 ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഓപ്പൺ ചെയ്തേക്കണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പ്രസൻറ്റഡ് FEG ഇതാണ്. ഫസ്റ്റ് പ്രസൻറ്റഡ് FEG. ഓക്കെ, പ്രൈസ് ലോവറിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് മേജറായിട്ടുള്ള ഒരു കീ ലെവൽ അല്ലെങ്കിൽ ഒരു കീ റെഫറൻസ് പോയിന്റിൽ നിന്നല്ല പ്രൈസ് റിജക്റ്റ് ചെയ്തേക്കണേ. എനിക്ക് ലൈക്ക് ഇഫ് ഐ എം ലുക്കിംഗ് ലോങ് ഐ ഡോണ്ട് വാണ്ട് സീ എന്താ പറയുക ഒരു ഇങ്ങനത്തെ ഒരു റിജക്ഷൻ ഐ ഡോണ്ട് വാണ്ട് സീ. പ്രൈസ് ഇച്ചിരി കൂടി താഴെ വന്നിട്ട് അടിയിലൊരു കീ ലെവൽ ഉണ്ട്, ഒരു ഡെയിലി റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ അടിയിലൊരു ഫസ്റ്റ് പ്രസൻറ്റ് FEG ഉണ്ട് പ്രീവിയസ് ഡേയുടെ. ആ ഒരു ലെവലിൽ നിന്നാണ് എനിക്ക് ലോങ് പോകാൻ ഇച്ചിരി കൂടി ഇൻട്രസ്റ്റഡ്. സോ ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ ദിസ് ലോങ്. ആൻഡ് ആഫ്റ്റർ പ്രൈസ് ഈ ഒരു ബ്രേക്കർ ലൈക്ക് 50 മിനിറ്റ്സ് ഒരു ഹവർലിയുടെ ബ്രേക്കർ ഈ പ്രൈസ് ടാപ്പ് ചെയ്തപ്പോൾ അവിടെ നിന്നുള്ള സെൻസിറ്റീവ് റിയാക്ഷൻ കണ്ടപ്പോൾ ഓക്കെ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റി ദിസ് ഈസ് ദ ലോ വേർ ദ പ്രൈസ് വുഡ് കം. ഓക്കെ, സോ എക്സാക്ട്ലി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ റിജക്ഷൻ ബ്ലോക്ക്. പ്രൈസ് ഇവിടുന്ന് ഈ ഒരു പ്രൈസ് പോയിന്റിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് 50 മിനിറ്റ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻസിറ്റീവ് ലെവൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേക്കർ അല്ലെങ്കിൽ ഒരു OBയുടെ സെൻസിറ്റീവ് ലെവൽസ് എന്നുള്ളത്. ഓക്കെ, ഈ ഹവർലിലോട്ട് പോകാം, അതായിരിക്കും ഇച്ചിരി കൂടി നല്ലത്. യാ, പ്രൈസ് എവിടെ നിന്നാണ് ഈ ഒരു റിജക്ഷൻ തന്നിട്ടുള്ളത്? എക്സാക്ട്ലി ഈ ഒരു ബ്രേക്കറുടെ വിക്കിന്നാണ്. ഓക്കെ, എനിക്കറിയാം ഒരുപാട് പേര് ഈ വിക്സ് കൺസിഡർ ചെയ്യാറില്ല. അവർക്ക് ഈ ഒരു ബോഡിയിൽ വന്നിട്ട് ടാപ്പ് ചെയ്താൽ അവർ ആ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് എടുക്കാറുള്ളൂ. ആക്ച്വലി നിങ്ങൾക്ക് ഈ വിക്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഈ വിക്സ് ഒരു സെൻസിറ്റീവിലാണ്. നമുക്ക് ബ്ലോക്സിൻ്റെ അതായത് ഏതൊരു ബ്ലോക്ക് PDRAസിൻ്റെ തിയറീസ് എടുക്കുകയാണെങ്കിൽ അതിന് 3 ലെവൽസ് ആണുള്ളത്. ഒന്ന് വിക്കാണ് മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയ. രണ്ടാമത്തെ മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയസ് ആണ് ഓപ്പണിംഗ് പ്രൈസസ്. ഈ ഒരു ബ്രേക്കറുടെ ഓപ്പണിംഗ് പ്രൈസസ് ലാസ്റ്റ് മേജർ ആയിട്ടുള്ള ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ലെവലാണ് നമുക്ക് ഈ മീൻ ത്രഷോൾഡ്. നമുക്ക് ബ്ലോക്സിൻ്റെ മിഡ് പോയിന്റിൻ്റെ മീൻ ത്രഷോൾഡും ഇൻഎഫിഷ്യൻസിൻ്റെ മിഡ് പോയിന്റിൻ്റെ കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവൽസും എന്നാണ് നമ്മൾ ICT പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എക്സാക്ട്ലി നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കറുടെ വിക്കിന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത സമയത്ത് ദാറ്റ് ഈസ് എ സെൻസിറ്റീവ് റിയാക്ഷൻ. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ ആക്ച്വലി ഹവർലിയിൽ അത് പ്ലോട്ട് ചെയ്യണം. ആ ഒരു കീ ലെവൽ നിങ്ങൾ ആ 3 ലെവൽസും പ്ലോട്ട് ചെയ്യണം നിങ്ങൾക്ക് അത്രയും പ്രിസൈസ്ലി ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ. സോ പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് പ്രൈസ് ആദ്യം ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഇത് റിജക്ഷൻ ബ്ലോക്ക് ആക്കിയിട്ട് കൺഫേം ചെയ്ത് എന്നിട്ട് പ്രൈസ് അതിൽ ടാപ്പ് ചെയ്ത് എന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ചെയ്ത്. ഓക്കെ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് കൺഫർമേഷൻ. കാരണം ഇവിടുന്ന് റിജക്ഷൻ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് എന്ത് ചെയ്തിട്ടുള്ളത് റിവേഴ്സ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു CB ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് പ്രൈസ് ഈ ഒരു ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ താഴെ വന്ന് ഈ ഒരു എന്താ പറയുക ഒരു CBയിൽ റീടെസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് വീണ്ടും താഴത്തോട്ട് പോയി. ഇതൊരു എന്താ പറയുക ലോ റിസ്ക് സെല്ലാണ്. എങ്കിലും നിങ്ങൾക്ക് അഗ്രസീവായിട്ട് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു IFEGയിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, ഞാൻ ആക്ച്വലി ഷോർട്ട് ചെയ്തത് ഇവിടെയായിരുന്നു. ഇവിടെയായിരുന്നു എൻ്റെ സ്റ്റോപ്സ് ഈ ഒരു ഹൈയിലായിരുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു IFEG എൻട്രിയാണ് എടുത്തത്. എൻ്റെ സ്റ്റോപ്സ് ഇവിടെ ആയിരുന്നു. എൻ്റെ ടാർഗറ്റ് ഒബ്വിയസ്ലി ഈ ഒരു സ്വിങ്ങിലോടെ താഴെയായിരുന്നു. ആൻഡ് മൈ സെക്കൻഡ് പാർഷ്യൽ എൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഇവിടെ ആയിരുന്നു. എൻ്റെ സെക്കൻഡ് പാർഷ്യൽ പ്രീവിയസ് ഫ്രൈഡേസ് ഫസ്റ്റ് പ്രസൻറ്റ് FEGയിലാണ്. പക്ഷേ പ്രൈസ് അങ്ങോട്ട് ഡെലിവറി ചെയ്ത് ഒരു കൈൻഡ് ഓഫ് ചോപ്പിനെസ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ഫോം ആയിരുന്നു. ഓഫ് കോഴ്സ് ബാങ്ക് ഹോളിഡേ ആയിരുന്നു. സോ ബാങ്ക് ഹോളിഡേസിലൊന്നും ഒബ്വിയസ്ലി നമുക്ക് വേണ്ടതായിട്ടുള്ള ഒബ്ജക്റ്റീവിലോട്ടൊന്നും പ്രൈസ് വരണം എന്നില്ല. സോ നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോ ആണ്. ബാക്കിയുള്ളതെല്ലാം നമ്മളൊരു എന്താ പറയുക ഒരു കീ ലെവൽസ് ആണ്. അങ്ങോട്ട് മേ പ്രൈസ് കം ഓർ പ്രൈസ് മേ നോട്ട് കം. സോ ഇവിടെ എൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ടേക്ക് ചെയ്ത് എന്നിട്ട് എൻ്റെ ഈ ഒരു എന്താ പറയുക ഒരു OBയുടെ ഇൻവാലിഡേറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഫുൾ ക്ലോഷർ നടത്തിയിട്ടുണ്ട് എൻ്റെ ട്രേഡിൻ്റെ. സോ ദിസ് വാസ് മൈ ട്രേഡ് ഓൺ മൺഡേ ആൻഡ് ലെറ്റ്സ് ഗോ ഫോർ എന്താ പറയുക ട്യൂസ്ഡേ. നമുക്ക് ആ മൺഡേയിലെ ആ ഒരു എൻട്രി ഒന്നും കൂടെ ഒന്ന് റിഫൈൻ ചെയ്തിട്ട് ലൈക്ക് ആ ഒരു ഇൻവേർഷനെ പറ്റി സംസാരിച്ചില്ലായിരുന്നു. സോ ആ ഒരു ഇൻവേർഷന്റെ ലൈക്ക് ഇപ്പൊ ഹൈൻസൈറ്റില് ഇപ്പം ലൈക്ക് ഫാദിനെ ഇപ്പൊ ടൈം ട്രാവൽ ചെയ്ത് ആ ഒരു എക്സാക്ട് മൊമെന്റിൽ ഈ ഒരു ഡാറ്റ കണ്ടിട്ട് എക്സാക്ട് ആ ഒരു മൊമെന്റിൽ ചെന്ന് കഴിഞ്ഞിട്ട്
ആ ഒരു ഇൻവേർഷൻ ഫോം ആവുമ്പോഴത്തേക്ക് ഏതൊരു പോയിന്റിലാണ് അതൊരു ഇൻവേർഷൻ ഗ്യാപ്പ് ആയതും എപ്പ തൊട്ടാണ് ഫഹദ് തിരിച്ചു പോയി കഴിഞ്ഞ ഒരു എൻട്രി എടുക്കാനായിട്ട് നോക്കുന്നത്? ഞാൻ ആക്ച്വലി ഇൻവേർഷൻ കൺസിഡർ ചെയ്യാറ് നമുക്കൊരു ഫുള്ളി ക്ലോഷർ തരണം. ഇതിപ്പോൾ ആക്ച്വലി ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പ്രൈസ്, എന്നിട്ട് സെക്കൻഡ് ക്യാൻഡിലും സപ്പോർട്ട് എടുത്ത് തേർഡ് ക്യാൻഡിൽ നമുക്ക് ഈ ഒരു സി ബിയിൽ പ്രൈസ് റീബാലൻസ് ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ട് അടിയിലോട്ട്. സോ എക്സാക്ട്ലി ഈ ഒരു ബ്രേക്ക് ഡൗൺ നടന്ന സമയത്ത് ദിസ് ഇസ് എ ഇൻവേർഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന കീ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഒബ്വിയസ്ലി ലുക്ക് ഫോർ ഈ സോറി എൻ്റെ എക്സ് ഓണായെന്ന് തോന്നുന്നു, സോറി യാ യാ നിങ്ങൾക്ക് എക്സാക്ട്ലി പോയിൻ്റ് ഔട്ട് പ്രൈസ് എങ്ങനെ പോയാലും ആ ഒരു ലെവൽ മിറ്റിഗേറ്റ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ലെവൽസാണ് ഈ ഒരു ഇതൊരു ലിക്വിഡിറ്റി വോയിഡാണ്. ഓക്കെ, ഇതൊരു ലിക്വിഡിറ്റി വോയിഡാണ്. ഈ ലെവൽസിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യും ഇഫ് യു ആർ എക്സ്പെക്റ്റിംഗ് എ റിട്രേസ്മെൻറ്റ് ഓർ റീടെസ്റ്റ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ഇതൊരു എന്താണ് ലിക്വിഡിറ്റി വോയിഡാണ് വിച്ച് ഈസ് പ്രൈസ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പ്രൈസ് ട്രേഡിങ് ചെയ്തിട്ടില്ല. നമുക്കൊരു വോളിയം ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക വിക്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ഇവിടെ വിക്സിൻ്റെ കോമ്പിനേഷൻ അല്ല, ഇവിടെ വിക്സിൻ്റെ ഒരു കണക്ഷൻ ഇല്ല. ഇതൊരു എക്സാക്ട്ലി ഒരു ലിക്വിഡിറ്റി വോയിഡ്സ് ആണ്. ICT അതിനെ ലിക്വിഡിറ്റി വോയിഡ്സിനെ എന്തൊരു മെട്രിക്സ് ആണ്. ലൈക്ക് അവിടെ പ്രൈസ് എങ്ങനെ പോലും നമുക്ക് റീടെസ്റ്റ് ഓർ റിട്രേസ്മെൻറ്റ് തരുന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ICT എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ICT 2023 മെൻറ്റർഷിപ്പിൽ പറയേണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇഫ് യു ആർ ലുക്കിംഗ് ലൈക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു CB ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയൊക്കെ വെക്കുക. ബട്ട് ബെറ്റർ ടു എന്താ പറയുക ഇച്ചിരി കൂടെ പ്രൈസ് എവിടെ വരെ ട്രാവൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത്രയും മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്രയും മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് അത്രയും സ്റ്റോപ്പിൻ്റെ പ്ലേസ്മെൻറ്റ്സ് നിങ്ങൾക്ക് അത്രയും ഒഴിവാക്കുക. സോ ഐ എക്സ്പെക്ട് ഈ പ്രൈസ് ഇവിടെ വരണം എന്നുള്ളത്. സോ ഐ വെയിറ്റ് ഫോർ ദാറ്റ് കീ ലെവൽ ടു മിറ്റിഗേറ്റ് പ്രൈസ്. എക്സാക്ട്ലി ഈ ഒരു രണ്ട് ക്യാൻഡിൽ എവിടെ ക്ലോസ് ചെയ്തെങ്ങനെ നോക്കിയേ, ഈ ഒരു വോളിയം ബാലൻസിൻ്റെ അടിയിലാണ്. സി ദിസ് ഈസ് ഫക്കിംഗ് അൽഗോരിതമിക്. നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളത് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുക. ഈ രണ്ട് ക്യാൻഡിൽസ് എവിടെയാണ് ക്ലോസ് ചെയ്തേക്കണേ. സി പ്രൈസ് റാൻഡം ആണ്, അല്ലെങ്കിൽ വെറുതെ ചുമ്മാ അവിടെ വന്നിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ദിസ് ഈസ് വൺ എക്സാമ്പിൾ. ഹൗ മെനി എക്സാമ്പിൾ ഐ ഹവ് ഷോൺ യു, ലൈക്ക് എത്ര എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് റാൻഡംനെസ് ആണെന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. സി എക്സാക്ട്ലി ഇതിൻ്റെ താഴെയാണ് ഈ ഒരു രണ്ട് ക്യാൻഡിൽസ് ക്ലോസ് ചെയ്തേക്കണേ, ബോഡി ക്ലോസിങ്. പ്രൈസ് ഇവിടെ വിക്സ് ആണ് ഡാമേജ് ചെയ്യേണ്ടത്, ബോഡീസ് ആർ ക്ലോസിങ് ബിലോ ഇറ്റ് ആൻഡ് അൽഗോരിതം ഈസ് ഷോയിങ് ഇറ്റ്സ് റെഫറൻസ്. ഓക്കെ, സോ ഇതാണ്. അതേപോലെ ഒരു ജമ്മു കൂടെ ഡ്രോപ്പ് ചെയ്യാം. ആ ഒരു വോളിയം ഇംബാലൻസ് ബാലൻസ് ചെയ്തിട്ട് പ്രൈസ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ആ ഒരു വോളിയം ഇംബാലൻസിന്റെ തൊട്ട് മേളിൽ കൊണ്ട് വെക്കും. ജസ്റ്റ് ഷോ ദം അതെങ്ങനെയാണെന്ന്. ലൈക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു IFEGയിൽ എൻട്രി എടുത്ത് നിങ്ങളെ സ്റ്റോപ്സ് ഇവിടെ വെച്ച് നിങ്ങളെ സ്റ്റോപ്പ് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളെ സ്റ്റോപ്പ് ഇവിടെ വെക്കണം എന്നില്ല, ഇവിടെ വെച്ചാൽ മതി. കാരണം ഇത് ജസ്റ്റ് ടിക്ക് പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളെ റേഷ്യോയിൽ വ്യത്യാസം, ലൈക്ക് നിങ്ങൾക്ക് അത്രയും എന്താ പറയുക നിങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങളെ പ്രോഫിറ്റ്സിൽ അത് മാറ്റർ ചെയ്യും. ഓക്കെ, ഈവൻ ദോ ഇത്ര ടിക്സ് ആയാൽ പോലും അല്ലെങ്കിൽ ഇതായാൽ പോലും നിങ്ങൾക്ക് ഇത് 6.45 റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് 7.66 വന്നിട്ടുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളെ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നിങ്ങൾ സ്റ്റോപ്പ് പ്ലേസ്മെൻറ്റ്. ഓക്കെ, അത്രയും ആക്യുറേറ്റ് ആയിരിക്കണം നിങ്ങളൊരു സ്റ്റോപ്പ് പ്ലേസ്മെൻറ്റ് വെക്കുകയാണെന്ന്. നിങ്ങളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ഈ ഹൈൻ്റെ മുകളിലോട്ട് പ്രൈസ് വരേണ്ട ആവശ്യമില്ല. ഇത്രയും സെൻസിറ്റീവ് റിയാക്ഷൻ തരുന്ന ഏരിയാസ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് പ്രൈസ് ഇവിടെ നിന്ന് പ്രൈസ് നിങ്ങൾക്ക് ഷോർട്ട് തരണം അല്ലെങ്കിൽ ഇങ്ങോട്ട് റിട്രേസ്മെൻറ്റ് തരണം? സോ ദാറ്റ് ഈസ് യുവർ ലോജിക്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മേ ബി ഇവിടെ പോലും സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു ലിക്വിഡിറ്റി വോയിഡിലോട്ട് പ്രൈസ് റീപ്രൈസ് ചെയ്ത് ബോഡി ക്ലോസിങ് സിഗ്നേച്ചറും തന്ന് പ്രൈസ് താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എക്സാക്ട്ലി ഗോ ഫോർ ബ്രേക്ക് ഈവൻ. ഇതിൻ്റെ അടിയിലോട്ട് പ്രൈസ് ബോഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലോട്ട് പ്രൈസ് വരേണ്ട ആവശ്യമില്ല. ഇനി അഥവാ റിട്രേസ്മെൻറ്റ് തന്നാൽ തന്നെ ദിസ് ഈസ് യുവർ എന്താ പറയുക ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രെഷോൾഡ് വിൽ ഹോൾഡ് യുവർ പ്രൈസ് ആൻഡ് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലോട്ട് പ്രൈസ് പോകേണ്ട ആവശ്യമില്ല, പ്രൈസ് നിങ്ങളെ ബ്രേക്ക് ഈവൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ അങ്ങനെ അടിച്ചാൽ തന്നെ ദിസ് ട്രേഡ് ഈസ് ഇൻവാലിഡ്. ഒരിക്കലും ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ട്രേഡിനെ ഈ ഒരു മീൻ ത്രെഷോൾഡ് ഓവർകം ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഓൾ ഓവർ ഈ ഒരു ട്രേഡിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാവരും ബിസീനെ കാണാം. നിങ്ങൾക്ക് അത് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി പ്രൈസ് ആ ലെവൽസിൽ
ഇവിടെ നിങ്ങൾക്ക് ഒരു ലെഫ്റ്റ് കേവ് ലൈക്ക് ഈ ലെഫ്റ്റ് കേവിലെ PDRS ആണ് നിങ്ങൾക്ക് റൈറ്റ് കേവ് സെൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് റെസിസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് കൊണ്ടുവരണേ. അതേപോലെ തന്നെ ഈ ലെവൽസിലുള്ള PDRSും. സോ ഇതാണ് മെയിൻലി എനിക്ക് ഈ ഒരു മൺഡേനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എല്ലാവരും പറയുന്നത് ഒരു ബാങ്ക് ഹോളിഡേ ആണ്, വൈ ഷുഡ് യു ട്രേഡ് ഓൺ ദിസ് ഡേയ്സ്. ആക്ച്വലി നിങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുക ബാങ്ക് ഹോളിഡേയ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളത്. സം ഡേയ്സ് ഇറ്റ് ഗോണ ചോപ്പ് ആൻഡ് സം ഡേയ്സ് ഇങ്ങനത്തെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള മൂവ്സും കാര്യങ്ങളൊക്കെ തരും. സോ നിങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുക അങ്ങനത്തെ ഡേയ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ഒരു മൺഡേയുടെ ട്രേഡ്. ഓക്കെ, പെർഫെക്റ്റ്. അതേപോലെ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ കാര്യം പറഞ്ഞത് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു വോളിയം ലിക്വിഡിറ്റി വോയിഡ് ഒരു PDRA, ആ ഒരു ഇൻവേർഷൻ ഗ്യാപ്പ് രണ്ടാമത്തെ PDRA, മൂന്നാമത്തെ PDRA, ആ ഒരു ഓർഡർ ബ്ലോക്കിന്റെ മീൻ ത്രഷോൾഡ്, 3 PDRAs ആണ് മിനിമം ഇൻവാലിഡേഷൻ. സോ ഫഹദെ, ഒരു കാര്യം കൂടെ, നീ സ്റ്റോപ്സ് ട്രെയിൽ ചെയ്യാറാണോ പതിവ്, പാർഷ്യൽസ് എടുക്കാറാണോ പതിവ്, അതോ ഫുൾ ക്ലോഷേഴ്സ് ആണോ പതിവ്, അതോ ലൈക്ക് ഇത്രയും വലിയൊരു റിസ്ക് റിവാർഡ് ട്രേഡ്സ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കൺഫർമേഷൻസ് ആണ് ഒരു സിംഗിൾ ട്രേഡ്? നമുക്ക് ഈ ഒരു ഒറ്റ ട്രേഡിൽ മാത്രം ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പ്രൈസിനെ ഹോൾഡ് ചെയ്ത് ഓക്കെ ഫൈൻ, എനിക്ക് ഇനിയും താഴെ പോവും, ഞാനത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോ റിട്രേസ്മെന്റും എനിക്ക് തിരിച്ചുള്ള എന്താ പറയാ കണ്ടിന്യൂവേഷൻ ആണ് എന്നുള്ളൊരു ബിലീഫും കാര്യങ്ങളും സ്ട്രെങ്തും, അത് പ്യുവർ എക്സ്പീരിയൻസിന്റെ ബേസിലാണോ അതോ ഏതെങ്കിലും ടെക്നിക്കലി മെക്കാനിക്കലി നീ നോക്കുന്നുണ്ടോ? ഓക്കെ, ലെറ്റ് മീ ഒന്നാമത്തെ കാര്യം ഗൈസ്, ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിന്റെ എക്സിക്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി എവിടെ കയറി എവിടെ ഇറങ്ങി എന്നുള്ളത് നമ്മളെ ചാർട്ടിൽ എക്സാക്ട് നമ്മൾ എക്സിക്യൂഷൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ ഹൈൻസൈറ്റ് കണ്ടിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ലൈവ് എക്സിക്യൂഷൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം ഞാൻ അന്നത്തെ ദിവസം അനോട്ടേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, ഇത് ഭയങ്കര സോഴ്സ് ആട്ടോ. യാ, ഞാൻ ആക്ച്വലി അന്നത്തെ ദിവസം എക്സ്പെക്ട് ചെയ്ത പ്രീവിയസ് ഡേ, അതായത് ഫ്രൈഡേയുടെ, ഇത് കഴിഞ്ഞ വീക്കിലെ അവസാന ദിവസം ഫ്രൈഡേയുടെ ഒരു കീ ഒബ്ജക്റ്റീവ് ലെവലിലാണ്. അതുകൊണ്ടായിരുന്നു പ്രൈസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഒബ്വിയസ്ലി ഈ ഒരു ലോങ് നോക്കാൻ. ദിസ് ഈസ് എക്സാക്ട്ലി ഒരു മാനിപ്പുലേഷൻ ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആൻഡ് ഞാൻ ആക്ച്വലി ഒരു ട്രേഡ് ഫ്രെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഇതാണ്, എൻ്റെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൈസ് ഇവിടെ വരണം. സോ എൻ്റെ ഒബ്വിയസ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഏകദേശം ഒരു 80% ഓഫ് ക്വാണ്ടിറ്റി എൻ്റെ ട്രേഡിൻ്റെ ഞാനിവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, എൻ്റെ സ്റ്റോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക് ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ ചുമ്മാ പോയിട്ട് ഈ ഒരു സ്വിങ് ഹൈ, ഞാൻ ഫസ്റ്റ് ട്രേഡ് ചെയ്ത സമയത്ത് ഈ സ്വിങ് ഹൈയിലൊക്കെ എൻ്റെ സ്റ്റോപ്സ് വെക്കാറുണ്ടായിരുന്നത്. ബട്ട് എക്സാക്ട്ലി ICT വാച്ച് ചെയ്തതിന് ശേഷം ഓരോ PDRAസിൻ്റെ മീനിങ്സ് മനസ്സിലാക്കിയതിന് ശേഷം ലൈക്ക് ഞാൻ തന്നെ ചിന്തിച്ചു പോയി, എന്തിനാണ് ഇവിടെ പ്രൈസ് വെക്കേണ്ട ആവശ്യം. ഈ പ്രൈസ് താഴത്തോട്ട് ഒരു സെൽ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സെൽ പ്രോഗ്രാമിൽ ഈ PDRAസിനെ ഇൻവാലിഡേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് വരണം? ഓക്കെ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ സ്റ്റോപ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സാക്ട്ലി നിങ്ങളെ റിസ്ക് റിവാർഡിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു ഹൈനെ ഇൻവാലിഡേറ്റ് ചെയ്താൽ തന്നെ ഈ ഒരു ട്രേഡ് എന്തായി, ഇൻവാലിഡായി. പിന്നെ എന്തിനാണ് നിങ്ങൾ ചുമ്മാ ഇവിടെ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വെക്കണേ? ഇവിടെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്താൽ നിങ്ങളെ ട്രേഡ് അവിടെ ഇൻവാലിഡായി, പിന്നെ എന്തിന് നിങ്ങൾ ഇവിടെ വെക്കണം? സോ ഇവിടെ വെച്ചിട്ട് ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1:2.8 കിട്ടും. ബട്ട് ഇവിടെ നിങ്ങൾ വെച്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1:6.72 റിസ്ക് റിവാർഡാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണേ. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എൻ്റെ ഒരു 80% ക്ലോസ് ചെയ്തു. ബിക്കോസ് ദിസ് ഈസ് മൈ മേജർ ലിക്വിഡിറ്റി. ഈ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് മേ റിട്രേസ് ഇൻ ടു ദ റേഞ്ച് ഓർ പ്രൈസ് എന്ത് ചെയ്യുക, ഇഫ് ഈ ഒരു കീ ലെവലിലോട്ടാണ് പ്രൈസ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ലെവലിലോട്ട് വരണം. ഇതെൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പ്രൈസ് ഇങ്ങോട്ട് വരണം എന്ന് ഒരു നിർബന്ധമില്ല. പ്രൈസിന് മേ ബി വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവിൽ തട്ടിയിട്ട് പ്രൈസിന് മുകളിലോട്ട് പോകാം. സോ അതൊരു ഒബ്ജക്റ്റീവാണ്. സോ നമ്മൾ അതിനെ അങ്ങനെ കാണണം. സോ നമ്മൾ 80% ഇവിടെ ബുക്ക് ചെയ്യണം, എന്നിട്ട് ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റൺ ചെയ്യുക, ഓർ നിങ്ങൾക്ക് 90% ബുക്ക് ചെയ്യുക ഓൺ ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതനുസരിച്ച്. കാരണം പ്രൈസ് ഇങ്ങോട്ട് എന്തായാലും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 80% നിങ്ങളൊരു അതൊക്കെ നിങ്ങളെ മൈൻഡ് സെറ്റ്, നിങ്ങൾ ചിന്തിക്കണതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പോലെ ഒരു 80-90% ഇവിടെ ബുക്ക് ചെയ്യണം. കാരണം
ഓവർ ഹോൾഡ് ചെയ്യേണ്ട അത്ര നല്ലതല്ല, ബൈ ദ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണേ. എന്നിട്ട് പ്രൈസ് മുകളിലോട്ട് റിട്രേസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഒബിയുടെ മീൻത്ര ഷോട്ടിലൊക്കെ നോക്കാം. അവിടുന്ന് പ്രൈസ് താഴോട്ട് വന്ന് ഈ ഒരു ബിസിനെല്ലാം ഫെയിൽ ചെയ്ത് താഴോട്ട് വന്ന് ഇവിടെ ഒരു SMT ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് ഒരു ബുള്ളിഷ്നെസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളെ ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്യണം. കാരണം SMT ഇസ് എ റിവേഴ്സൽ സിഗ്നേച്ചർ. സോ ഇവിടെ SMT ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകണ പോലെ സിഗ്നേച്ചർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സിറ്റ് അടിച്ചിട്ട് ഈ ഒരു ഡേ നിങ്ങൾക്ക് ഇത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. സോ അതാണ് ഞാൻ ഈ ഒരു മൺഡേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അത് പെർഫെക്റ്റ് ആയിരുന്നു. സോ നമുക്കപ്പം ബാക്കി ഡേയ്സിലേക്ക് ഇറങ്ങാം. ട്യൂസ്ഡേ നമുക്ക് കാണിക്കാനായിട്ടുള്ള ട്രേഡ്സ് ഉണ്ടോ? ട്യൂസ്ഡേ ഒരു നല്ല ദിവസമായിരുന്നു തോന്നുന്നു. ഞാൻ ഡെയിലി നോക്കി ചെയ്തോട്ടെ. വെയിറ്റ്, ഞാനൊന്ന് ക്ലിയർ ചെയ്താട്ടെ. ഓക്കെ, ഗോയിങ് ഫോർ ഡെയിലിയിൽ നമുക്ക് ട്യൂസ്ഡേയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ട്യൂസ്ഡേയുടെ ക്യാൻഡിലും മൺഡേയുടെ ക്യാൻഡിലും ഒന്നായിട്ടാണ് ഫോം ആയിരിക്കുന്നത്. നിനക്ക് മൺഡേ സെപ്പറേറ്റ് ക്യാൻഡിലാ? ഓക്കെ, നാസ്ഡാക്കില് നമുക്ക് രണ്ടും ഒരേ ദിവസമായിട്ടാണ് ഫോം ആയിരിക്കുന്നത്, കാരണം ന്യൂസ് ഇല്ലാത്തത്, ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട്. അതേപോലെ വൺ മോർ സെക്കൻഡ്, ലൈക്ക് സോറി ഫോർ ഇന്ററപ്ഷൻ, നമുക്ക് ലൈക്ക് ഓപ്പണിംഗ് പ്രൈസസ് എന്തേലും ഒരു ഇതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് വീക്ക്ലി ഓപ്പണിംഗ് പ്രൈസ് നമ്മൾ തുടക്കത്തിൽ മാർക്ക് ചെയ്തില്ലേ? സോ ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് നമുക്ക് ലൈക്ക് ഡെയിലി ബയാസ് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ആ ഒരു വീക്ക്ലി ഓപ്പണിംഗ് പ്രൈസിന്റെ മുകളിലും താഴെയും വരുമ്പോഴത്തേക്ക്, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല, 8:30 ഓപ്പണിംഗ് പ്രൈസ് ഫാദി യൂസ് ചെയ്യാറുണ്ടോ? 8:30 ഓപ്പണിംഗ് പ്രൈസ് ലൈക്ക് ഞാൻ ചാർട്ടിൽ അധികം പ്ലോട്ട് ചെയ്യത്തില്ലെങ്കിലും ആ ഒരു റെഫറൻസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യലുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ ലോങ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷോർട്ടാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 8:30 ഓപ്പണിംഗ് പ്രൈസിലോട്ട് ഒരു മാനിപ്പുലേഷൻ എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് 8:30 ഓപ്പണിംഗ് പ്രൈസിലോട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സിനാരിയോസ് നിങ്ങൾക്ക് എക്സാക്ട്ലി മാർക്കറ്റിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ഒറിജിനൽ കൺസോൾട്ടേഷൻ താഴെ ഉണ്ട്, ബട്ട് നിങ്ങളുടെ 8:30 ഓപ്പണിംഗ് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, റീപ്രൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടൊരു മാനിപ്പുലേഷൻ ഒബ്വിയസ്ലി 9:30 വന്ന സിനാരിയോസൊക്കെ പല സമയത്തും മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. 8:30 ഓപ്പണിംഗ് പ്രൈസ് ആയാലും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുക, 9:30 ഓപ്പണിംഗ് പ്രൈസസ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസസ് റീബാലൻസ് ചെയ്യാത്ത ദിവസങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു ടാർഗറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ആ കീ ലെവൽ ചെയ്യുന്ന പ്രൈസ് റിജക്ഷൻ നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്രൈസ് എങ്ങനെയാണ് ആ കീ ലെവൽസ്. ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഒരു എക്സാക്ട് എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലേ? ഞാനും മിക്ക വീഡിയോസിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ 8:30 ഓപ്പണിങ്ങിനെ നമ്മൾ പ്രീ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് പുള്ളപ്പ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. ഇറ്റ്സ് ഫൈൻ. പിന്നെ അതേപോലെ തന്നെ 8:30 9:30 നമുക്ക് മിഡ് നൈറ്റിന് 8:30 റീബാലൻസ് ചെയ്യാതെ പ്രൈസ് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ക്ലാസിക് ബൈ ഡേ, ക്ലാസിക് സെൽ ഡേ ആണ്. സോ ആ ലെവൽസിലൊന്നും പിന്നെ മിറ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സിനാരികളിലും മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ ജോഷ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ട്യൂസ്ഡേയിലേക്ക് പോവാം. ഓക്കെ, ട്യൂസ്ഡേയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേയുടെ ലോ എടുത്തിട്ടുണ്ട്, പ്രീവിയസ് ഫ്രൈഡേയുടെ ലോ എടുത്തിട്ടുണ്ട്. സോ ആ ഒരു ദിവസം നമുക്ക് നോക്കാം. ഈ ഒരു വീക്കിൻ്റെ റെഫറൻസ് നോക്കിയാട്ടെ. എൻ്റെ ചാർട്ട്സ് ആക്ച്വലി ചെറിയൊരു ലാഗ് ഉണ്ട്, സോ സോറി ഫോർ ദാറ്റ്. ഹവർലിയിലോട്ട് പോകാം. ട്യൂസ്ഡേ ഞാൻ ഇന്ന് വൈകുന്നേരം ഇട്ടിരുന്ന ലൈവ് ട്യൂസ്ഡേയുടെ ഷോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ. ട്യൂസ്ഡേ ആക്ച്വലി എന്താ നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലണ്ടൻ നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ നമുക്ക് 9:30 എനിക്ക് തോന്നുന്ന മുകളിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അടിയിലോട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു അല്ലേ? ആ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കണേ ഈ ഒരു മീൻ ത്രെഷോൾഡിൻ്റെ മിഡ് പോയിന്റിലാണെന്ന് തോന്നുന്നു. ഞാനത് നോക്കിയായിരുന്നു ആക്ച്വലി. എക്സാക്ട്ലി യു ക്യാൻ സീ ഇതിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തേക്കണം ഈ ഒരു മീൻ ത്രെഷോൾഡിലാണ്. സോറി ഫോർ ദിസ്.
നിങ്ങൾക്ക് ഒരു OBനെ എങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ മീൻത്ര ഷോൾഡിനെ എങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഐ ആം ഷോയിങ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ ഹൈനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് അപ്പ് ക്ലോസ് ക്യാൻഡിൽസ്. സോ ഈ 2 ക്യാൻഡിൽസിനെ മാർക്ക് ചെയ്യുക, ഇതിൻ്റെ മീൻ ത്രഷോൾഡ് മാർക്ക് ചെയ്യുക. ആ മീൻ ത്രഷോൾഡിൽ നിന്നാണ് ഈ ലണ്ടൻ ബൈ പോയേക്കണേ. സോ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇത് പോയിന്റ് ഔട്ട് ചെയ്യുക. പ്രൈസ് എക്സാക്ട്ലി നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബോഡീസ് ആർ upper side of this mean threshold and wicks are doing the damages in the mean threshold and price ഇവിടുന്ന് എക്സാക്ട്ലി എന്ത് ചെയ്തിട്ടുണ്ട്, NYക്ക് ശേഷമാണ് ഇവിടുന്ന് ലോങ് പോയേക്കണേ. ഓക്കെ, സോ ഞാൻ ഈ ജസ്റ്റ് ഈ റെഫറൻസ് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തെന്നുള്ളൂ. ഇനി ഡയറക്റ്റ്ലി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. ഈ ഒരു ദിവസം ഐ തിങ്ക് നമ്മൾ ഷോർട്ടല്ലേ പോയ ജോഷുവ? ഞാൻ ആ ഒരു ദിവസം ഷോർട്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു, എനിക്ക് എക്സാക്ട്ലി ട്യൂസ്ഡേ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. എനിക്ക് എന്റെ പാർട്ട് ആ ഒരു ഷോർട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് നീയോട് ഡിസ്കസ് ചെയ്തതായിട്ട് ഓർമ്മ വരുന്നില്ല. നമ്മള് അന്ന് ഒരുപാട് ആൾക്കാരുടെ ഷോർട്ടും P&Ls കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഗോ ത്രൂ നിന്റെ റിവ്യൂസ്, ഓർ നീ എങ്ങനെയായിരുന്നു അവിടെ ട്രേഡ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നീ സ്കിപ്പ് ചെയ്യുമായിരുന്നു, അത് ജസ്റ്റ് ബോക്സ് പറഞ്ഞു പോകാം നമുക്ക്. ഓക്കെ. സോ ഈ ഒരു ദിവസം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ട്രേഡ്, ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരണേ ആക്ച്വലി ഞാൻ ഷോർട്ടാ ചെയ്തതെന്നുള്ളു. ഇത് ആക്ച്വലി മറ്റേ ആ ഒരു ഗ്യാപ്പ്, ഇൻവേർഷൻ ഗ്യാപ്പ് ആയിട്ട് ഐ റിമെമ്പർ ഡിസ്കസിങ് ആ ഒരു 1 മിനിറ്റില്. ഇവിടെ ആക്ച്വലി SMT ഉണ്ടായിരുന്നടാ. നമുക്ക് SMT ഉണ്ടായിരുന്നു. ESനെ വെച്ചിട്ടാണോ? ഓക്കെ, ഞാൻ ESന്റെ ചാർട്ട് കാണിക്കണില്ല, കാരണം അത് മാറ്റി കഴിഞ്ഞാൽ ചുമ്മാ ലാഗ് അടിച്ച് വെറുതെ ഈ ഒരു സെഷൻ ബോറാവും. സോ ഞാൻ നിങ്ങൾ തന്നെ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്തത് ഐ തിങ്ക് യു ഹാവ് നോട്ടീസ് ദാറ്റ് ഈ ആ ഒരു എന്താ പറയുക, ഹവർലി OBയുടെ മീൻ ത്രഷോൾഡാണ്. 50 മിനിറ്റ്സ് OBയുടെ മീൻ ത്രഷോൾഡാണ്. ആ 50 മിനിറ്റ്സ് OBയുടെ മീൻ ത്രഷോൾഡ് വിച്ച് അലൈൻ വിത്ത് ദിസ് വിക്കിൻ്റെ കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവൽ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹവർലി വിക്കിൻ്റെ കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവൽ 50 മിനിറ്റ്സിലോ 5 മിനിറ്റ്സിലോ OBയുടെ മീൻ ത്രഷോൾഡ് ആയിരിക്കും. ദാറ്റ് ഈസ് റിഫൈൻഡ്. ഓരോ കാര്യങ്ങൾ നിങ്ങൾ റിഫൈൻ ചെയ്ത് വരുമ്പോൾ ഓരോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഒരു ഡെയിലി OBയുടെ മീൻ ത്രഷോൾഡ് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മീൻ ത്രഷോൾഡ് എക്സാക്ട്ലി 50 മിനിറ്റ്സിലോ 5 മിനിറ്റ്സിലോ 1 മിനിറ്റ്സിലോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ ഒരു ബിസി CB ഒക്കെ ആയിരിക്കും. അതാണ് റിഫൈൻമെൻറ്റ്. നിങ്ങൾ റിഫൈൻ ചെയ്ത് പോകുമ്പോൾ അത് ലോ ടൈം ഫ്രെയിംസിൽ ഏതെങ്കിലും ഒരു ഹൈ പ്രോബിലിറ്റി കീ ലെവൽസ് ആയിരിക്കും. സോ ഈ ആക്ച്വലി അത് വൺ ഓഫ് ദ അടിപൊളി ജെമ്മാണ് ഗൈസ്. ഏറ്റവും വലിയ ഹൈ പ്രോബിലിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്സ് ഫോം ആവുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്കിന്റെ അകത്താണ്. ജസ്റ്റ് സ്റ്റഡി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിൻ്റെ CE നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 50 മിനിറ്റ് OBയുടെ മിഡ് പോയിന്റിലാണ്. സോ 1 മിനിറ്റിലോട്ട് വരികയാണ്. ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത ലെവലിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതേപോലെ തന്നെ SMT ഉണ്ട് റിവേഴ്സൽ കൺഫോർമേഷനിൽ. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് യുവർ റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്ത് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവലിൽ നിന്ന് അവിടെ നിന്നും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇതിന്റെ ഒരു മിഡ് പോയിന്റ് ഐ തിങ്ക് ഇത് മിഡ് പോയിന്റ് നല്ല റിജക്ട് ചെയ്തേക്കണേ. മിഡ് പോയിന്റിന്റെ ഉള്ളില് ബോഡീസ് ക്ലോസ് ആയി 2 പ്രാവശ്യം മിഡ് പോയിന്റ് റിജക്ട് ചെയ്തു. 2 പ്രാവശ്യം മിഡ് പോയിന്റ് റിജക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് വേറൊരു സിഗ്നേച്ചറും കൂടെ ഉണ്ട് എനിക്ക് പറഞ്ഞുതരാണ്. സോ ഇവിടെ ICT പറയാറുണ്ട് ലൈക്ക് ഈ ഒരു മിഡ് പോയിന്റിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് ഇച്ചിരിയും കൂടെ മുകളിൽ പോയിട്ട് പ്രൈസ് വീണ്ടും താഴത്തോട്ട് അഗ്രസീവ്ലി വന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത് മുകളിലോട്ട് പോയി. ഈ ഒരു കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവൽ കഴിഞ്ഞിട്ടും പ്രൈസ് ക്ലോസ് ടു ഈ ഒരു കോർഡൻസ് ലെവൽ, പക്ഷേ പ്രൈസ് ഇവിടെ നിന്നും പ്രൈസ് ടാപ്പ് ചെയ്യാണ്ടാണ് പ്രൈസ് താഴത്തോട്ട് വന്നത്. ദിസ് ഈസ് ഷോയിങ് ആക്ച്വലി ദ വീക്ക്നെസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു 3 ക്വാഡ്രൻസ് ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ക്വാഡ്രൻസ് നിങ്ങൾക്ക് ഓരോ ക്വാഡ്രൻസ് ലെവൽസിലും വീക്ക്നെസ് ആണ് കാണിക്കണത്. ഇപ്പോൾ ഇവിടെ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി വീക്ക്നെസ് ആണ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു മോസ്റ്റ് വാല്യുബിൾ ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹൈ പ്രോബിലിറ്റി ലെവലാണ്. ഇവിടെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതൊരു വീക്ക്നെസ് ആണ്. പക്ഷേ ഇങ്ങോട്ട് വരാണ്ട് പ്രൈസ് 2 തവണയ്ക്ക് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട്ലി വീക്ക്നെസ് ആണ്.
സോ അങ്ങനെ പ്രൈസ് താഴോട്ട് വന്ന് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്, പ്രൈസ് പലവട്ടം അവിടുന്ന് റിജക്റ്റ് ചെയ്ത് താഴത്തോട്ട് വന്ന് നിങ്ങൾക്ക് ഓരോ ലെഫ്റ്റ് കർവിലുള്ള, അപ്പോൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത ഒരു ലെവലായിരുന്നു ഈ ഒരു വോളിയം ബാലൻസിലോട്ട് പ്രൈസ് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് വേണമെങ്കിൽ ടേക്ക് ചെയ്യായിരുന്നു. ഈ ഒരു വോളിയം ബാലൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ട്രേഡ് എടുക്കാൻ പറ്റിയ കീ ലെവൽസ് ആണ്. പ്രൈസ് ലൈക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോർട്ട് പോകുമായിരുന്നു, നിങ്ങളുടെ സ്റ്റോപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ഹൈയിൽ വെക്കുമായിരുന്നു, കാരണം ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് പ്രൈസ് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻവേർഷൻ നോക്കിയായിരുന്നു. ഇത് ആക്ച്വലി ഒരു IFEG ആണ്. ഈ IFEGൻ്റെ എന്താ പറയുക, ഒരു കോൺസ്റ്റന്റ് ഇൻവെസ്റ്റ്മെന്റ് ലെവലിൽ നിന്നാണ് പ്രൈസ് റിജക്ട് ചെയ്തിട്ടുള്ളത്. വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെൽ സൈഡ് ആണ് അല്ലെങ്കിൽ സെൽ പ്രോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരിക്കലും ഈ ഒരു CEയുടെ മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു IFEGയുടെ CE നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ സെൽ പ്രോഗ്രാമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴത്തോട്ട് പുഷ് ചെയ്യാനുള്ള കീ ലെവൽസ് ആണിത്. അപ്പോൾ നിങ്ങളെ താഴത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ മുകളിലോട്ട് പ്രൈസ് വരാൻ പാടില്ലല്ലോ. നിങ്ങളൊന്ന് മൈൻഡ് വെച്ചിട്ട് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ വോളിയം ബാലൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ IFEG ഉണ്ട്, പിന്നെ എന്തിന് പ്രൈസ് മുകളിലോട്ട് പുഷ് ചെയ്യണം? നിങ്ങൾ മുകളിലോട്ട് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ CE ലെവൽസിൽ നിന്നൊക്കെ പ്രൈസ് ഒബ്വിയസ്ലി താഴത്തോട്ട് പുഷ് ചെയ്യും. സോ ആ റെഫറൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ഞാൻ പറഞ്ഞു തരണം. നിങ്ങൾ ഷോർട്ടാണ് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് അഗ്രസീവ്ലി പ്രൈസ് താഴത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്യേണ്ട, ഒരു ബോഡി ക്ലോസിങ്ങോ ഒന്നും തന്നെ പ്രൈസ് ട്രേഡ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതും എക്സാക്ട്ലി എന്ത് ചെയ്യാം, ഒരു ഇൻവേർഷൻ ട്രേഡ് നിങ്ങൾക്ക് ഇവിടെയും വേണമെങ്കിൽ എടുക്കുക. ഞാനിവിടെ അത്ര ഇത് നോക്കിയിട്ടില്ലായിരുന്നു, ഞാനിവിടെ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഇൻവേർഷൻ ആയിരുന്നു ഇച്ചിരി കൂടെ നോക്കിയത്, കാരണം എനിക്ക് ഈ ഫസ്റ്റ് പ്രസന്റഡ് ഗ്യാപ്പ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് പ്രസന്റ് ഇൻവേർഷൻ ചെയ്തിട്ട് ഞാൻ ആക്ച്വലി അത് മറന്നു പോയത്. നീ പറഞ്ഞതിന് ആക്ച്വലി ഇത് മറന്നുപോയി, ഈ ഒരു ഫസ്റ്റ് പ്രസന്റഡ് ആണെന്നുള്ളത്. ഓക്കെ, ഞാൻ ഈ ഫസ്റ്റ് പ്രസന്റഡ് ഇൻവേർഷൻ ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റോപ്പ് പ്ലേസ്മെൻറ്റും ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് പ്ലേസ്മെൻറ്റ് വെക്കണക്കാട്ടി നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് പ്ലേസ്മെൻറ്റ് വെക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രസൻറ്റ് എഫിഷ്യൻ ഇൻവേർഷൻ ചെയ്ത് ഇവിടെ ഒരു CB ക്രിയേറ്റ് ചെയ്ത്, ഓക്കെ, ഇവിടെ ഒരു CB ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ഈ CBയിൽ ട്രേഡ് ചെയ്ത്, ഈ CBയിൽ ട്രേഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് വെക്കുക. നിങ്ങളുടെ സ്റ്റോപ്സ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്ക് എവേ ഗ്യാപ്പാണ്. ഈ ബ്രേക്ക് എവേ ഗ്യാപ്പിനെ ഫ്രെയിം ചെയ്തിട്ട് ഈ ബ്രേക്ക് എവേ ഗ്യാപ്പിൻ്റെ കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവലിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്സ് വെച്ചാൽ മതി. ഇവിടെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, തൊട്ട് മുകളിലായിട്ട്. ഇനി പ്രൈസ് അഥവാ തന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു IOFED തരാൻ പാടുള്ളൂ. ഒരിക്കലും ഈ ഒരു കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവലിലോട്ട് പ്രൈസ് വരാൻ പാടില്ല. ഇതൊരു ബ്രേക്ക് എവേ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ എടുത്തിട്ട് ഒരു ടിക്കിൽ വല്ല ഒരു IOFED എന്ന് പറഞ്ഞാൽ ഒരു CB ഓർ BCയിലോട്ട് ജസ്റ്റ് ടിക്കിലൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഡയറക്ഷനിലോട്ട് വരണതിനാണ് IOFED എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഡർ ഫ്ലോ എൻട്രി ഡീൽ. ഓക്കെ, മാക്സിമം ഞാനായാൽ പോലും അതേ അവിടെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഞാൻ സ്റ്റോപ്സ് കൈൻഡ് ഓഫ് ഇവിടെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇത് നിങ്ങളെ 9:30 ഓപ്പണിംഗ് പ്രൈസാണ്, സോറി ഇതല്ല, ഇതാണ്. ഓക്കെ, അതിൻ്റെ അടിയിലോട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണേ. എന്നിട്ട് എൻ്റെ ടാർഗറ്റ് എനിക്ക് തോന്നണേ ഇതായിരുന്നു. ആൻഡ് ഐ വാസ് ലുക്കിംഗ് ദിസ് ലെവൽ ആൻഡ് ഞാൻ ഇവിടെ തന്നെ എൻ്റെ ട്രേഡ് ക്ലോസ് ചെയ്ത് എൻ്റെ ഫുൾ TP, കാരണം ഇത് ഏകദേശം 1:5.62 റിസ്ക് റിവാർഡ് ഉണ്ട്. ആൻഡ് ഐ വാസ് ലുക്കിംഗ് ഫോർ ദിസ് കീ ലെവൽ ഓൾസോ. എൻ്റെ ട്രേഡ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്ത്. ഇതിൻ്റെ ഒരു ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എക്സാക്ട്ലി ഈ ഒരു OBയുടെ ഓപ്പണിംഗ് പ്രൈസിലാണ് പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്ത്. പിന്നെ വിത്തിൻ എന്താ പറയുക 1 2 3 4 5 6 7 8 ക്യാൻഡിൽസിനുള്ളിൽ തന്നെ ഇവിടെ ഒബ്വിയസ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഈ ഒരു ട്രേഡ് TP അടിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ട്രേഡ് ഓൺ ട്യൂസ്ഡേ. അത് കഴിഞ്ഞ് വെനസ്ഡേ എല്ലാരെയും വയലേറ്റ് ചെയ്തൊരു ഡേ ആയിരുന്നു, ചോപ്പി ഡേ ആയിരുന്നു തോന്നുന്നു. വെനസ്ഡേ ഇതല്ലേ, വെനസ്ഡേ ആണോ തേഴ്സ്ഡേ ആണോ നമുക്ക് ചോപ്പി ഡേ ആയിരുന്നത്? വെനസ്ഡേ വെനസ്ഡേ ഈ ഒരു ഡേ ആയിരുന്നു. ഓക്കെ, ഫൈൻ. തേഴ്സ്ഡേ ആയിരുന്നു ചോപ്പി ഡേ. ഫൈൻ, തേഴ്സ്ഡേ. വെനസ്ഡേ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഡേ ഫോർ മീ. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പോയിന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്. വെനസ്ഡേ
ഇത് ട്യൂസ്ഡേ. സോ ഈ വെനസ്ഡേ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുകളിലോട്ട് ഈ ഒരു സി ബിയിലോട്ട് പ്രൈസ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹവർലിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വെനസ്ഡേ യാ ഓക്കെ. നമുക്ക് വെനസ്ഡേ ഏഷ്യയും അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്, ലണ്ടനും അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് എക്സ്പെക്ടിങ് AM സെഷൻ കുഡ് ബി ചോപ്പ്. സോ ഞാൻ ഈ ഒരു സിനാരിയോയിൽ ഞാൻ ഷോർട്ടാണ് ചെയ്തത്. ആക്ച്വലി ദാറ്റ് ഷോർട്ട് വാസ് എൻ മാനിപ്പുലേഷൻ ആൻഡ് 9:30 ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്തത്. ഞാൻ AM സെഷനിൽ ഇത്രയും മൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് പ്രീ മാർക്കറ്റ് അത്യാവശ്യം മൂവ് തന്നുകൊണ്ട് ഞാൻ ലൈക്ക് AM സെഷൻ അത്ര മൂവ് ചെയ്യത്തില്ലായിരുന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. സോ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ അത്യാവശ്യം നല്ലൊരു അടിപൊളി എൻട്രിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ES ഞാൻ കാണിച്ചു തന്ന ഡെയിലി സി ബിയിലോട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നാസ അതിൽ ഫെയിൽ ചെയ്തിട്ടുണ്ട്, നാസ ഓർ NQ. സോ ഇങ്ങനെ ഒരു SMT ഫോം ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു SMT ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം. സോ 15 മിനിറ്റ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈനെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രൈസ് താഴത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. സോ ആ ഒരു ഇതൊരു പ്രീ മാർക്കറ്റ് ഷോർട്ടിംഗ് ആയിരുന്നു. ഇതൊരു ബ്യൂട്ടിഫുൾ ഷോർട്ട് എൻട്രി ആയിരുന്നു, വളരെ വലിയൊരു ഷോർട്ട് എൻട്രി ആയിരുന്നു. എനിക്കിത് ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മ വന്നു. സോ ദിസ് വാസ് മൈ എൻട്രി ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാനുണ്ട്. സോ പ്രൈസ് ഇങ്ങനെ ഒരു SMT ക്രിയേറ്റ് ചെയ്ത് ഇതൊരു രജിസ്ട്രേഷൻ ബ്ലോക്കാണ്, എന്നിട്ട് അതിലോട്ട് പ്രൈസ് ട്രേഡ് ചെയ്തിട്ടുള്ള പ്രൈസ് താഴോട്ട് വന്ന് ആൻഡ് നിങ്ങൾക്ക് ഇതാണ് എന്ത് ഓർഡർ ബ്ലോക്കാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. അതിൻ്റെ മീൻ ത്രഷോൾഡ് വിൽ ഹോൾഡ് യുവർ പ്രൈസ് ഇഫ് യു ആർ ബിയറിഷ്. ഇവിടെ നോക്കിയേ, ഈ ഒരു മീൻ ത്രഷോൾഡിൻ്റെ മുകളിലോട്ട് പ്രൈസ് ബോഡി ക്ലോസിങ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് എക്സാക്ട്ലി ഇതൊരു നല്ലൊരു ഓർഡർ ബ്ലോക്കാണ്, ബിയറിഷ് ഓർഡർ ബ്ലോക്കാണ്. പ്രൈസ് ഈ ഒരു ഡൗട്ട്, നമ്മളിപ്പം പറഞ്ഞു വന്ന എല്ലാ ട്രേഡ്സിന്റെയും ഹൈ ഫോം ആയിരിക്കുന്ന ആ ഒരു ക്യാൻഡലിന്റെ വിക്ക് നമ്മൾ ലൈക്ക് ആ ഒരു റീജിയൻ നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ബൈയിൽ നമ്മൾ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ രണ്ടാമത്തെ ഷോർട്ടിംഗ് ആണ്. ഈ രണ്ട് ഷോർട്ടിങ്ങിലും നമ്മൾ ഈ ഒരു എന്താ പറയാ ആ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എന്താ പറയാ ട്രേഡിൽ നമ്മൾ ആ ഒരു ക്യാൻഡിലിന് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിനെ കോർഡൻസ് ആയിട്ട് തിരിച്ച് നമ്മൾ ആ ഒരു CEന്ന് 2 പ്രാവശ്യം റിജക്ട് ചെയ്ത കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴും മാർക്കറ്റ് തിരിയുമ്പം റിജക്ഷൻ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണോ തിരിയാറ്? എപ്പോഴും റിജക്ഷൻ ബ്ലോക്ക് ഫോം ചെയ്തിട്ടാണ് തിരിയാറ് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ഒരു കീ ലെവലിന് തട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് എന്താ എക്സാക്ട്ലി പ്രൈസ് കാണിക്കണേ, അവിടുന്ന് റിജക്ഷൻ ആണ് തരണേ. ഓക്കെ, അപ്പോൾ 1 മിനിറ്റിൽ ഒബ്വിയസ്ലി എന്താ പ്രൈസ് ചെയ്യാറുണ്ടാവുക, ഒരു സെൻസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഡെയിലി സെൻസിറ്റീവ് കീ ലെവലിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഡെയിലിയിൽ 1 മിനിറ്റിലെ ആ ഒരു ഒബ്ജക്റ്റീവിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സഡൻ റിയാക്ഷനെ കാര്യം. ആ സഡൻ റിയാക്ഷനാണ് ഈ റിജക്ഷൻ ബ്ലോക്ക് എന്ന് കാണിക്കണേ. ഒരു കീ ലെവലിൽ വന്നിട്ടുള്ള റിജക്ഷനാണ് റിജക്ഷൻ ബ്ലോക്ക് എന്ന് കാണിക്കണേ. സോ ഇവിടെ ഒബ്വിയസ്ലി അതാണ് നടന്നിട്ടുള്ളത്. ആ ഒരു കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവലിലോട്ട് പ്രൈസ് വന്ന് ഹവർലി കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റ് ലെവൽ വിക്കിൻ്റെ 50 മിനിറ്റ്സിൽ ഇത് ആ ലെവലിൽ നിന്നാണ് പ്രൈസ് എന്ത് ചെയ്തിട്ടുള്ളത്, റിജക്ട് ചെയ്തിട്ടുള്ളത്. ആ റിജക്ഷനാണ് ഈ റിജക്ഷൻ ബ്ലോക്ക്. ഓക്കെ, സോ ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ് ഈ ഒരു പ്രൈസ് ലെവലിനെ ഹോൾഡ് ചെയ്ത്, സോ ഈ ഒരു ഷോട്ട് നോക്കണേൽ ഞാൻ ആക്ച്വലി ഈ ഒരു ഷോട്ട് ലൈക്ക് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ കൺഫർമേഷൻ, എക്സ്ട്രാ കൺഫർമേഷൻ. ലൈക്ക് നിങ്ങൾക്ക് ഇതൊരു എക്സാക്റ്റ് റിവേഴ്സൽ പോയിന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ഷോട്ട് നോക്കാം. നിങ്ങളുടെ സ്റ്റോപ്സ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒബ്വിയസ്ലി ഇവിടെ വെക്കേണ്ടി വരും. കാരണം ഇറ്റ് കുഡ് ലൈക്ക് വിക്ക് അടിക്കാം ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലോട്ടൊക്കെ. സോ എനിക്ക് ലൈക്ക് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ഷോർട്ടിങ് ഹിയർ. കാരണം എനിക്ക് ഇച്ചിരി കൂടി കൺഫ്ലുവൻസ് കിട്ടിയായിരുന്നേ കൊള്ളാമെന്നുണ്ടായിരുന്നു. സോ ഞാനിവിടെ ഹോൾഡ് ചെയ്ത് ഇവിടെ നോക്കിയപ്പോൾ എൻ്റെ മീൻ ത്രഷോൾഡൊക്കെ ഇവിടെ പ്രൈസിനെ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു. സോ ഇവിടുന്ന് പ്രൈസ് ലോവറിലോട്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലിക്വിഡിറ്റി വോയിഡാണ്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് എന്നുള്ള റിയാക്ഷനൊക്കെ ഇവിടുന്ന് മുകളിലോട്ടുണ്ടായിരുന്നു. സോ എന്നിട്ട് ഈ ഒരു മീൻ ത്രഷോൾഡ് ഇതിനെ ഹോൾഡ് ചെയ്ത് എന്നിട്ട് നല്ലൊരു സഡൻ ബ്രേക്ക് ഡൗൺ തന്ന് ഈ ലിക്വിഡിറ്റി വോയിഡിനൊക്കെ ഓവർലാപ്പ് ചെയ്തിട്ട് എന്നിട്ട് പ്രൈസ് ഇവിടെ തന്ന സിഗ്നേച്ചറാണ് എൻ്റെ ഈ ട്രേഡിൻ്റെ കൺഫ്ലുവൻസ്. യു ക്യാൻ സീ വാട്ട് ഹാപ്പൻ ഹിയർ. ദിസ് ഈസ് ആൻ IOFED. ഈ ഒരു CBയിൽ പ്രൈസ്
യു ക്യാൻ സീ ഹിയർ എ ടിക്കാണിത്, ടിക്ക് ഡിഫറൻസിലാണ് പ്രൈസ് IOFD തന്നിട്ട് താഴത്തോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വലിയൊരു റെഫറൻസ് ആണ്, കാരണം പ്രൈസ് ബിയറിഷ് ആണെന്നുള്ളത്. എന്നിട്ട് ഞാൻ ട്രേഡ് ചെയ്ത ലെവൽ എന്ന് പറഞ്ഞു ഇതാ ഈ ഒരു IFEG. ഓക്കെ, ഞാൻ എക്സാക്ട്ലി ഈ ഒരു വോളിയം ബാലൻസ് ലിക്വിഡിറ്റി വോയിഡിലോട്ട് പ്രൈസ് ട്രേഡ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ചെയ്തിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ചെയ്ത് എൻ്റെ ലിമിറ്റ് ഇവിടെ ആയിരുന്നു, എൻ്റെ സ്റ്റോപ്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു. ഇവിടെ ഇച്ചിരി കൂടെ ഞാൻ മുകളിൽ വെച്ചായിരുന്നു, കാരണം ഇനി പ്രൈസ് ഇതിനെ വന്നിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇച്ചിരി കൂടെ എൻ്റെ സ്റ്റോപ്സ് ഇവിടെ എന്തോ ആയിരുന്നു വെച്ചായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു ഒറിജിനൽ കൺസോൾട്ടേഷനൊക്കെ എൻ്റെ ടാർഗറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒന്നും ബുക്ക് ചെയ്തില്ല, ലൈക്ക് ഐ വാസ് ലുക്കിംഗ് ഫോർ സെൽ സൈഡ്. സോ ഞാൻ ആക്ച്വലി എൻ്റെ ഹവർലിയിലെ ഏതൊരു കീ ലെവലിലായിരുന്നു എൻ്റെ ഫുൾ ടാർഗറ്റ് വെച്ചായിരുന്നു എന്ന് തോന്നുന്നു. വെനസ്ഡേ അല്ലടാ, വെനസ്ഡേ ഇതായിരുന്നു തോന്നുന്നു. ഇവിടെ ഞാൻ ഷോർട്ട് ചെയ്ത് എൻ്റെ ടാർഗറ്റ് കൈൻഡ് ഓഫ് എനിക്ക് ഇവിടെ 50 മിനിറ്റ്സിൽ എന്തോ ഒരു ബിസി ഉണ്ടായിരുന്നു. സോ ഞാൻ അവിടെ കട്ട് ഓഫ് ചെയ്ത് എൻ്റെ ഒരു ലൈക്ക് ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിനൊക്കെ ഫെയിൽ ചെയ്തപ്പോൾ ഞാൻ അവിടെ എൻ്റെ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്ത്. ഇത് ആക്ച്വലി 1:8 സംതിങ് അറൗണ്ട് എനിക്ക് കിട്ടിയിരുന്നു. ദിസ് ഇസ് ആക്ച്വലി വാസ് എ നൈസ് എൻട്രി. ഓക്കെ, ഇതിൻ്റെ പ്രൈസിൻ്റെ ഡെലിവറി ആയാൽ പോലും ദിസ് വാസ് എ ക്ലീൻ, ലൈക്ക് നോട്ട് ഈവൻ എ ബുള്ളിഷ് ക്യാൻഡിൽസ്. കാരണം സഡൻ ആയിട്ട് തന്നെ പ്രൈസ് നല്ല രീതിക്ക് ഡെലിവറി ചെയ്തപ്പോൾ ദാറ്റ് വാസ് സാറ്റിസ്ഫൈങ്, ക്ലീൻ ആയിട്ട്. സോ വെനസ്ഡേയിലെ ട്രേഡ് എന്താ പറയാ ബ്രേക്ക് ഡൗൺ ഇതായിരുന്നു. സോ ലൈക്ക് നിങ്ങൾ ഈ ഒരു പോയിന്റ് വരെ മാർക്കറ്റിൽ ലൈക്ക് ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആവും. നമുക്കപ്പം തേഴ്സ്ഡേയിലെ പ്രൈസ് ആക്ഷൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈഡേ നോക്കാം. ഫ്രൈഡേ നമുക്ക് നമ്മുടെ ബയാസും നമുക്ക് നമ്മുടെ ട്രേഡിന്റെ പോസിബിലിറ്റീസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെനസ്ഡേയിലെ ലോങ് ക്യാച്ച് ചെയ്തവരെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ലൈക്ക് ഐ വാസ് നോട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. നീ നിനക്കെന്ത് തോന്നുന്നു? വെനസ്ഡേയുടെ ലോങ്സ് ഒബ്വിയസ്ലി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാരും എടുത്തൊരു ലോങ് ആയിരുന്നു വെനസ്ഡേ. നമ്മുടെ ഒരു എന്താ പറയാ വെനസ്ഡേ നമുക്ക് ആ ഒരു ലണ്ടനും ഏഷ്യയും ഒക്കെ തന്നൊരു ബുള്ളിഷ് മൂവില് നമുക്കൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് 1 hour ഫോം ആയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മാനിപ്പുലേഷൻ, നിന്റെ ആ ഒരു സെൽ എൻട്രിയുടെ മാനിപ്പുലേഷൻ വന്ന് എൻഡ് ആയത് ആ ഒരു ഏഷ്യൻ സെഷനിലും ലണ്ടൻ സെഷനിലും ഉള്ള ഒരു ബുള്ളിഷ് മൂവിന്റെ ആ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിലായിരുന്നു. സോ ബ്രേക്ക് അവേ ഗ്യാപ്പ് നമ്മുടെ ഫ്യൂച്ചറിലെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് നമ്മുടെ ടൈം ബേസ്ഡ് എൻട്രി മോഡൽസ് വെച്ച് 9:30 മോഡൽ വെച്ചിട്ട് അവിടെ മാനിപ്പുലേഷൻ ഉണ്ടായി. ഫസ്റ്റ് പ്രസന്റഡ് ഗ്യാപ്പിൽ എല്ലാവരും ബൈ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് പേര് എൻട്രി ചെയ്തു, ഒരു ബ്യൂട്ടിഫുൾ ട്രേഡ് ആയിരുന്നു അത്. വെനസ്ഡേയുടെ ബൈയും വെനസ്ഡേയുടെ സെല്ലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഒരു കോയിന്റെ രണ്ട് സൈഡും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ മാനിപ്പുലേഷൻ ട്രേഡ് ചെയ്യാം, എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ചെയ്യാം, രണ്ട് സൈഡും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഡിഫറെന്റ് പെർസ്പെക്റ്റീവില് നമ്മൾ മാർക്കറ്റിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർഡർ ബ്ലോക്സും വിക്സിന്റെയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതേ കണക്ക് തന്നെ ഫഹദ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെയും ലിക്വിഡിറ്റിനെയും പറ്റി പറയുന്നില്ല. നമ്മളപ്പം പ്യുവർലി എൻറ്റയർലി ഡിഫറെന്റ് രീതിയിലാണ് ട്രേഡ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് അപ്പൊ രണ്ട് ആംഗിളിൽ നിന്നും കാണാം, എങ്ങനെയാണെന്ന് വെച്ചാലും ക്യാപിറ്റലൈസ് ചെയ്യാം. ലൈക്ക് ഞാൻ ആക്ച്വലി ട്രേഡ് ചെയ്തത് ഈ ഒരു മാനിപ്പുലേഷൻ ആണ്, നിങ്ങൾ ആക്ച്വലി ട്രേഡ് ചെയ്തത് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ദ മാനിപ്പുലേഷൻ എൻട്രി ഓൾസോ, ഡിസ്ട്രിബ്യൂഷൻ എൻട്രി ഓൾസോ. നിങ്ങൾക്ക് ഈ ഒരു മാനിപ്പുലേഷൻ ട്രേഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാനിപ്പുലേഷൻ ട്രേഡ് ചെയ്യാം. ഞാൻ എം സെഷൻ ചോപ്പായിരുന്നു എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഐ കാൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് വ്യൂ. സോ ഞാനിതിന് മുന്നേ തന്നെ എൻ്റെ ബിസിനസ് എല്ലാം ഞാൻ അവിടെ ഡൺ ചെയ്ത് ഞാൻ എൻ്റെ ട്രേഡ്സ് എല്ലാം ചാർട്ട്സ് എല്ലാം ഓഫ് ചെയ്ത് ഞാൻ പോയി. സോ എനിക്കിത് ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ്സും ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഈ ഒരു മൂവ് ക്യാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്ത് എക്സിറ്റ് ചാർട്ട്സ് എല്ലാം ക്ലോസ് ചെയ്ത് ഞാൻ അവിടുന്ന് പോയി. ഇനി നെക്സ്റ്റ് ഡേയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ തേഴ്സ്ഡേ ഫുൾ ചോപ്പ് ആയിരുന്നു. പ്രൈസ് ലെത്താർജിക് മൂവ്സും കാര്യങ്ങളായിരുന്നു തന്നുകൊണ്ടിരുന്നത്. സോ ആ ഒരു ദിവസം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലെറ്റ്സ് ഗോ ഫോർ എന്താ ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ ഓക്കെ. ഫ്രൈഡേയിൽ ആക്ച്വലി നടന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എന്താ പറയുക
നിങ്ങൾക്ക് ഫ്രൈഡേയുടെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിക്കിൻ്റെ ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൻ്റെ 0.25 ലെവലിൽ നിന്നാണ് പ്രൈസ് റിജക്ട് ചെയ്തിട്ടുള്ളത്. ഡു യു ഫീൽ ലൈക്ക് ദിസ് ഇസ് റാൻഡം? ലൈക്ക് അവിടെ എല്ലാ ബയേഴ്സും കൂടെ വന്നിട്ട് അവിടുന്ന് ബൈ ചെയ്തതാടാ. എടാ എടാ ഞാൻ ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ വൈ ഡസ് ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ചെയ്യണം എല്ലാവരും? ലൈക്ക് ഇതൊരു സിഗ്നേച്ചർ പോയിന്റ് ആണ്. സോറി, നിങ്ങൾക്കിപ്പോൾ ലൈക്ക് നിങ്ങൾ സ്റ്റിൽ ഇഫ് യു ആർ ബിലിംഗ് ലൈക്ക് പ്രൈസ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ, ഓക്കെ, ഇഫ് യു തിങ്ക് ലൈക്ക് ബൈയിങ് സെല്ലിംഗ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ വൈ ദിസ് ലെവൽ? നിങ്ങൾക്ക് എത്ര ലൈക്ക് നിങ്ങൾക്ക് എത്ര ഇത് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം, അങ്ങനത്തെ അൽഗോരിതമിക് ലെവൽസിലോട്ട് പ്രൈസ് വന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റിൽ അതൊരു ബൈയിങ് ആണ്, സെല്ലിംഗ് ആണ്, പ്രഷറാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് നിങ്ങൾക്ക് എത്ര കാലം അത് പറയാൻ കഴിയും? ഞാൻ ഇത്ര ഇത് ക്ലൂസ് കാണിച്ചു തന്നിട്ടും. ഓക്കെ, എക്സാക്ട്ലി പ്രൈസ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പർ ക്വാഡ്രന്റിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ഈ ഒരു പ്രീവിയസ് ഡേ ലോസിനൊക്കെ എടുത്തിട്ട് പ്രൈസ് ഈ ഒരു അപ്പർ ക്വാഡ്രന്റിൽ നിന്നാണ് പ്രൈസ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. പ്ലസ് ഇതൊരു റിജക്ഷൻ ബ്ലോക്കാണ്. ഓക്കെ, ഇനി ഹവർലിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ഞാൻ റിഫൈൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ, റിഫൈൻമെൻറ്റ്. ഇനി നിങ്ങൾക്ക് ഒരു ഹവർലി ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഞാൻ ഒന്നുകൂടി ലൈക്ക് ഇതിൻ്റെ 75 ഇതാണല്ലോ നമ്മുടെ ഡെയിലി 0.25 ഡെയിലി ഡിസ്കൗണ്ട് വീക്കിൻ്റെ. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡും കൂടി ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡ് എവിടെയാണ് സപ്പോർട്ട് ചെയ്യണേ? ഈ ഒരു മീൻ ത്രഷോൾഡിലാണ് ഈ ഒരു പ്രൈസിൻ്റെ ലോ റെസ്പെക്റ്റ് ചെയ്യണേ. സോ നമുക്ക് ഡെയിലി റെഫറൻസുമായി ഹവർലി ലോബിയുടെ റെഫറൻസുമായി എക്സാക്ട്ലി ഈ ലോ എവിടെ ക്ലോസ് ചെയ്തേക്കണത് നോക്കിയേ. ഈ ഒരു 0.5 എന്ന് പറഞ്ഞിട്ടുള്ള മീൻ ത്രഷോൾഡിൻ്റെ ലെവൽ ഹവർലി ഓബിയുടെ മീൻ ത്രഷോൾഡാണ്. നിങ്ങൾക്ക് എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ലോ എക്സാക്ട്ലി അവിടെ ടാപ്പ് ചെയ്തിട്ട് പോയേക്കണേ. ആ ഒരു 930, ഇത് 930 മാനിപ്പുലേഷനാണ്. ഈ മാനിപ്പുലേഷൻ എക്സാക്ട്ലി ഈ ഒരു മീൻ ത്രഷോൾഡിൻ്റെ മിഡ് പോയിന്റിലാണ്, സോറി ഓബിയുടെ മിഡ് പോയിന്റിലാണ് തട്ടിയിട്ട് റിവേഴ്സ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഡിസ്കൗണ്ട് വിക്കിൻ്റെ 0.25 ലെവലിൽ നിന്നുമാണ് പ്രൈസ് റിജക്ട് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് റിഫൈൻമെൻറ്റ് ആൻഡ് ദിസ് ഈസ് അൽഗോരിതമിക് സിഗ്നേച്ചേഴ്സ്. ആൻഡ് അവിടെ നിന്നാണ് പ്രൈസ് എക്സാക്ട്ലി റിവേഴ്സ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഒരുപാട് പേര് ലോങ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആക്ച്വലി ഫ്രൈഡേ നടന്നിട്ടുള്ളത്. ഫ്രൈഡേ പിന്നെ ഈ ഒരു ലെവലിലോട്ട് പ്രൈസ് ടാപ്പ് ചെയ്ത് എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് ദിവസത്തിൻ്റെ ഇതൊക്കെ ഏഷ്യൻ ലോൻ്റെ ലിക്വിഡിറ്റീസ് ആണ്, ഒറിജിനൽ കൺസോൾട്ടേഷൻ ഒരുപാട് ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെ എല്ലാം പ്രൈസ് 930 മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രൈസ് എക്സാക്ട്ലി ഈ ലെവലിൽ നിന്നാണ് പ്രൈസ് എന്ത് ചെയ്തിട്ടുള്ളത് അപ്സ് മുകളിലോട്ട് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എക്സാക്ട്ലി ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോങ് പോയിരുന്നു. ഇതൊരു ബ്രേക്കറാണ്. ഈ ഒരു ബ്രേക്കറിയുടെ എന്ത് ചെയ്യുക, ഈ ഒരു ബ്രേക്കറിൽ നിന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ലിമിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റോപ്സ് ഇവിടെ വെച്ചാൽ മതി. ഈ കാര്യത്തിൽ ലൈക്ക് എന്റെ സ്റ്റുഡൻസ് എല്ലാം ഫസ്റ്റ് പ്രസന്റഡ് കിടക്കുന്ന ആൾക്കാരാണ്. എല്ലാരും ഫസ്റ്റ് പ്രസന്റഡ് വിട്ട് കളിക്കാറില്ല. ഫസ്റ്റ് പ്രസന്റഡ് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫസ്റ്റ് പ്രസന്റഡ് ഇൻവേഴ്സ് ആവാൻ കാത്തിരിക്കും, അതിനുശേഷം ഫസ്റ്റ് പ്രസന്റഡ് എടുക്കും. ലൈക്ക് ഗൈസ്, അതൊരു പാറ്റേൺ ട്രേഡിംഗ് അല്ല. ഇത്രയും കൺഫ്ലുവൻസസ് വെച്ചിട്ട് അവർ ഫസ്റ്റ് പ്രസന്റഡ് അവർ എൻട്രി ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് പ്രസന്റഡ് ഇൻവേഴ്സ് ആകുമ്പോഴത്തേക്ക് എടുക്കാൻ നിൽക്കരുത്. ലൈക്ക് ഫസ്റ്റ് പ്രസന്റഡ് ഇൻവേഴ്സ് ഇസ് ആക്ച്വലി എ ഗ്രേറ്റ്, കാരണം അത് അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു കീ ലെവലാണ്. ബട്ട് ചുമ്മാ ഇൻവേഴ്സ് ചെയ്തിട്ട് നിങ്ങൾ എൻട്രി എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റെഫറൻസ് വേണം. ഇഫ് യു ആർ ലുക്കിംഗ് ബുള്ളിഷ് ലൈക്ക് ഈ ഒരു ഫസ്റ്റ് പ്രസന്റഡ് ഇൻവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എക്സാക്ട്ലി എന്താ പറയുക, നല്ലൊരു റിവേഴ്സൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു ബ്രേക്കറിൽ നിന്നാണ് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്സ് വെക്കേണ്ടത് ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വേണേൽ വെക്കാം. ലൈക്ക് ഈ ഒരു ബ്രേക്കറുടെ മീൻ ത്രഷോൾഡിൻ്റെ അടിയിലോട്ട് ബോഡി ക്ലോസിങ് അല്ലെങ്കിൽ ഒരു വിക്കിനെ ടാപ്പ് ചെയ്തിട്ട് വരേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഇത് ചെറിയൊരു പിപ്സിൻ്റെ മൂവ്മെൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി സേഫായിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലൊക്കെ സ്റ്റോപ്സ് വെക്കാം. ലൈക്ക് അതൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പോലെ, നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യണ പോലെ നിങ്ങൾക്ക് ആ ഒരു ലെവൽസൊക്കെ ഐ എം ഗീവിങ് ദ ഒരു എന്താ പറയുക, അതിൻ്റെ തിയറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് അതിനെ യൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. സോ നിങ്ങളാണ് അതിനെ വാച്ച് ചെയ്തിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സോ
ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു തരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 830 ഓപ്പണിംഗ് പ്രൈസ് ആണ്, ഇത് ഇതിനെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇഫ് യു വാസ് ലുക്കിംഗ് ഫോർ പ്രീവിയസ് ഡേയ്സ് ഹൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ലണ്ടൻ്റെ ഹൈ ആണ്. ഇത് എക്സാക്ട്ലി 422 ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള. നിങ്ങൾക്ക് ഈ ഒരു ബൈ ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈനെ ക്യാച്ച് ചെയ്യാം. എക്സാക്ട്ലി 10 മണിയുടെ ഐ മീൻ ഹോം സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതൊരു ന്യൂസ് എക്സാക്ട്ലി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിലോട്ട്. ഓക്കെ, 1 മിനിറ്റ്. യാ, സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ബ്രേക്കർ ഈ ഒരു പ്രൈസിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഈ ഒരു ബോഡി ക്ലോസിങ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രേക്കറുടെ മുകളിലാണ്. എന്നിട്ട് പ്രൈസ് ഡിസ്പ്ലേസ് മുകളിലോട്ട് ചെയ്ത്, എന്നിട്ട് ഈ ഒരു ഷോർട്ട് എക്സാക്ട്ലി ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോർട്ട് IFEG, ഈ ഒരു IFEG ഷോർട്ട് എക്സാക്ട്ലി ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഇൻവേഴ്സ് ചെയ്ത് ഒരു CBയിൽ ട്രേഡ് ചെയ്ത് ഇതൊരു ബ്രേക്ക് വേ ഗ്യാപ്പാണ്. എന്നിട്ട് ലോവർ പ്രൈസസ് എക്സ്പെക്റ്റ് ചെയ്തവരുണ്ട്. സോ ഇവിടെ എക്സാക്ട്ലി ഞാൻ മിസ് ഔട്ട് ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇത് ഒരു OB ആണ്. ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ്, ലൈക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ OBയുടെ മീൻ ത്രഷോൾഡ് നോക്കാറുണ്ട്, ഇങ്ങനെ ബോഡി ടു ബോഡി. ബട്ട് ഐ കൺസിഡർ ലൈക്ക് ICT ആയാൽ പോലും പറഞ്ഞിട്ടുള്ള വിക്സ് ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിക്യൂട്ടീവ് ക്യാൻഡിൽസ്, ഇത് ആക്ച്വലി ഒരു ഹൈ പ്രോബിലിറ്റി OB ആണ്. കാരണം പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽസ് ഒരു ബിസിനെ ട്രേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീബാലൻസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കാണിച്ചിട്ട് അവിടെ ഒരു ബിസിയൊക്കെ ഫോം ചെയ്തിട്ടുള്ള ഒരു OB ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഹൈ പ്രോബിലിറ്റി OB. ഈ ഒരു OBനെ ഹൈ പ്രോബിലിറ്റി ആക്കാൻ ഇനി വേറെ ഒരു ഫാക്ടേഴ്സും ഇല്ല, ഇതാണ് ഹൈ പ്രോബിലിറ്റി OB. സോ അതിൻ്റെ മീൻ ത്രഷോൾഡ് പ്ലോട്ട് ചെയ്ത് എക്സാക്ട്ലി നിങ്ങൾക്ക് ഞാൻ എത്ര വേണമെങ്കിലും സൂം ആക്കി തരാം. ദിസ് ഇസ് ഹൈലി അൽഗോരിതമിക്. ഈ ഒരു ലൈനിൻ്റെ അടിയിലോട്ട് നിങ്ങൾക്ക് ബോഡി ക്ലോസിങ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെ ചാർട്ടിൽ പോയിട്ട് കൺഫേം ചെയ്യാം, നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ അടിയിലോട്ട് നിങ്ങൾക്ക് ബോഡി ക്ലോസിങ് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് എഡിറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഏതൊരു ആൾക്കും അറിയാം ദിസ് ഇസ് എ ട്രേഡിംഗ് വ്യൂ. സോ ഇതൊന്നും എഡിറ്റഡ് പിക്ചേഴ്സോ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അടിയിലോട്ട് ബോഡി ക്ലോസിങ് വന്നിട്ടില്ല. ഇഫ് യു ക്യാൻ സ്റ്റിൽ സേ ദിസ് ഇസ് ബൈയിങ് സെല്ലിംഗ് പ്രഷർ, നോ, യു കനോട്ട് സേ. ഇത്രയും ഈ ഒരു വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ മൊത്തം നടന്നുള്ള സിഗ്നേച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. യു കാൻ സേ ദിസ് ഇസ് എ വേറെ പല കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സോ ഇതൊക്കെയാണ് ഞാൻ നോക്കാറ്. യാ, സോ വി ആർ ഈ ഒരു ഫ്രൈഡേ ദിവസം കഴിഞ്ഞ്. സോ യാ, അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കിയത്. സോ യാ, അതൊരു ബ്യൂട്ടിഫുൾ സെഷൻ തന്നെ ആയിരുന്നു ഗൈസ്. പ്രോപ്പ് ഫോമിന്റെ വാർണിംഗ്. സോ ഗോഡ് ഫണ്ടഡ് ആരും അക്കൗണ്ട് കുറച്ച് നാളത്തേക്ക് വാങ്ങിക്കാതിരിക്കുക. നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നതിന് വരെ നമുക്ക് ഗോഡ് ഫണ്ടഡ് ട്രേഡർ എന്ന് പറയുന്ന വളരെ ചീപ്പായിട്ട് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ഫേമിന് റെഡ് ഫ്ലാഗ് വന്നിട്ടുണ്ട്. സോ അവരത് കൺഫേം ചെയ്യുന്നവരെ റെക്ടിഫൈ ചെയ്യുന്നവരെ ആരും ആ ഒരു ഫേമിൽ നിന്ന് അക്കൗണ്ട് വാങ്ങിക്കാതിരിക്കുക. സോ യാ, ആ ഒരു വാർണിംഗ്. നിങ്ങൾക്ക് ഫണ്ടിങ് വിപ്സ് തിരിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഫണ്ടിങ് വിപ്സ് റൂൾസ് എല്ലാം ലീനിയന്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ച് ഫണ്ടിങ് വിപ്സിൽ ഇനി നിങ്ങൾ ഇത്ര നാൾ കണ്ടുകൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. സോ നമ്മൾ ഈ ഫേംസോടൊന്നും അസോസിയേറ്റഡ് അല്ല. നിങ്ങൾക്ക് ആ ഒരു ഫേംസ് നമ്മൾ ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ഞങ്ങൾ കൊണ്ടുവരുന്നേ ഉള്ളൂ. അതേപോലെ നമ്മുടെ ആരുടെയും പേ ഔട്ട്സും കാര്യങ്ങളൊന്നും റിജക്ട് ചെയ്തിട്ടില്ല അവിടെ നിന്നും. സോ യാ, സോ ഗൈസ്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ ഒരു കോള് ലൈക്ക് റെക്കോർഡിംഗ് ആയിട്ട് മാത്രം എടുത്തിരിക്കുന്നതുകൊണ്ട് ലൈക്ക് ഡൗട്ട് ചോദിക്കാനോ ഒരു ബിഗിനർ ലെവൽ ഡൗട്ട് ചോദിക്കാനോ ഒന്നും ഇതിനകത്ത് ആരും ഇല്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് പോയിന്റ് എന്ന് ചോദിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ ആ ഒരു ഫസ്റ്റ് വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ വിക്കിന്റെ ഒക്കെ വളരെ ഡീപ്പായിട്ടും ഈ ഒരു എന്താ പറയാ ഓരോ ലെവൽസും റിജക്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ വളരെ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇത് ആ ഒരു വീഡിയോ വാച്ച് ചെയ്തവർക്ക് വേണ്ടി ഉള്ള ഒരു വീഡിയോ കണക്കാണ് ചെയ്തു പോയിരിക്കുന്നത്. കാരണം അതിനകത്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ലൈവില് നമ്മള് നിങ്ങളെയും ഒക്കെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. സോ ഫഹദ്, എനിക്ക് തോന്നുന്നു നീ നിന്റെ ടെലഗ്രാമിന്റെ ലിങ്കും കൂടെ ഷെയർ ചെയ്യും. ഞാനത് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കൂടെ ഷെയർ ചെയ്യാം. ഞാൻ എന്റെ ഈ വീഡിയോയുടെ താഴെ നമുക്ക് ലിങ്ക് ചെയ്യാം. ആൻഡ് ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളും എൻട്രീസും എക്സിറ്റ്സും ഒക്കെ അവർക്ക് വാച്ച് ചെയ്യാം. യു ക്യാൻ എക്സാക്ട്ലി ഫോളോ മീ. നിങ്ങൾക്ക് ഞാൻ എല്ലാ എടുക്കുന്ന ട്രേഡ്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ ഞാൻ ഓരോ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഷോർട്ടായിട്ട് ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഒരു ആന്റിസിപ്പേഷനും കൂടി ഷോർട്ടായിട്ട് പറഞ്ഞു കൊടുത്താലോ?
യാ അപ്പൊ അത് പറഞ്ഞപ്പോഴാ നമുക്കേ ഓക്കെ ഫൈൻ, നമുക്ക് നെക്സ്റ്റ് വീക്കിന്റെ ഒരു ആന്റിസിപ്പേഷൻ പറഞ്ഞു കൊടുക്കാം. ലൈക്ക് ആ നെക്സ്റ്റ് വീക്കിന്റെ ആന്റിസിപ്പേഷൻ ഇപ്പൊ മൺഡേ അങ്ങനെ അല്ല പെർഫോം ചെയ്യുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബയാസ് ചേഞ്ച് ചെയ്തതിനെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ, സോ ഓർ ഷുഡ് ഐ, ഞാനത് വേറൊരു വീഡിയോ ചെയ്യണോ? നമുക്ക് ടൈം ഉണ്ടോ അപ്പൊ ചെയ്യാനായിട്ട്? നമ്മളിപ്പോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പാതിരാത്രിയാണ്, അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഷോർട്ടാക്കി ക്ലോസ് ചെയ്യാൻ നോക്കുന്നത്. മാക്സിമം നമുക്ക് ആ പറഞ്ഞു പോണ ഫ്ലോയിൽ എന്താ നടക്കണേ അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ വേറൊരു കാര്യം മിസ് ഔട്ട് ചെയ്ത് പോയി. ലൈക്ക് ഈ ഒരു വിക്കിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനത് പറയാൻ വിചാരിച്ചായിരുന്നു. സോ ഞാൻ അതും കൂടെ ഒന്ന് പറയാം. സോ റിഫൈൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മിസ് ഔട്ട് ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതൊരു ഡെയിലി റിജക്ഷൻ ബ്ലോക്കാണ്. ഓക്കെ, ഈ ഒരു ഡെയിലി റിജക്ഷൻ ബ്ലോക്കിനെ നിങ്ങൾക്ക് ഒന്നുകൂടി ഹവർലിയിലോട്ട് പോയി റിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വിക്കിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ എക്സാക്ട്ലി എന്താണ്? റിജക്ഷൻ ബ്ലോക്കാണ്, അടുത്ത റിജക്ഷൻ ബ്ലോക്ക്. ഓക്കെ, അതായത് ഡെയിലി റിജക്ഷൻ ബ്ലോക്കിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ ഹവർലിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺസെൻട്രേഷൻ ലെവൽ അടുത്ത റിജക്ഷൻ ബ്ലോക്കാണ്. ഓക്കെ, ദിസ് ഈസ് ദ റിഫൈൻമെൻറ്റ്. സോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്കൊരു സെല്ലൊക്കെ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ലെവൽസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇനി ഏത് ലെവലിലോട്ടാണ് പ്രൈസ് എക്സാക്ട്ലി റിജക്ഷൻ തരാൻ പോണേന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ഷൻസ് യൂസ് ചെയ്താൽ മതി. പ്രൈസ് ഒരു കാൽക്കുലേറ്റഡ് മൂവ് ആണ് തന്നിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ മൂവ് ബൈ ഇറ്റ്സ് മാനിപ്പുലേഷൻ ലെഗ് ആൻഡ് യു ക്യാൻ ടാർഗറ്റ് ദീസ് ലെവൽസ്, എവിടെ നിന്നാണ് പ്രൈസ് എക്സാക്ട്ലി റിജക്റ്റ് ചെയ്യാൻ പോണേന്നുള്ളത്. ഓക്കെ, ആൻഡ് അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിക്കിൻ്റെ ഇതും നിങ്ങൾക്ക് അടുത്തൊരു റെഫറൻസ് പോയിൻ്റ് ആണ്. സോ ഈ ഒരു വിക്കിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹവർലിലോട്ട് പോയി കഴിഞ്ഞാൽ അതും എന്താണ്? റിജക്ഷൻ ബ്ലോക്കാണ്. ഓക്കെ, അതായത് ഡെയിലി വിക്കിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ ഹവർലിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മീൻ ത്രഷോൾഡാണ്. ഓക്കെ, സോറി, റിജക്ഷൻ ബ്ലോക്കാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് റിഫൈൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. സോ അത് ഞാൻ ജസ്റ്റ് പറയാൻ വെച്ച കാര്യമായിരുന്നു. സോ ഞാൻ മിസ് ഔട്ട് ചെയ്തപ്പോൾ പറഞ്ഞെന്നുള്ളൂ. സോ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ആൻറ്റിസിപ്പേഷൻ പറയലടാ ജോഷുവ. നമുക്ക് നെക്സ്റ്റ് വീക്കിന് ആന്റിസിപ്പേഷൻ കൂടെ കവർ ചെയ്യാം. സോ നെക്സ്റ്റ് വീക്കിലുള്ള ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ചെയ്ത്, പിന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഫോം ചെയ്തേക്കണേ ഈ ഒരു എൻവോഗിൻ്റെ മിഡ് പോയിന്റിലാണ്, വിച്ച് ഈസ് പ്യൂർലി അൽഗോരിതമിക്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു എൻവോഗിൻ്റെ മിഡ് പോയിന്റിലാണ് ഈ ഹൈ ഹോൾഡ് ചെയ്തേക്കണേ. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് ആ ഒരു എൻവോഗിൽ തന്നെ പ്രൈസ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിക്കിനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ഹോൾഡ് ചെയ്തേക്കണ ഈ ഒരു വിക്കിൻ്റെ മിഡ് പോയിന്റിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മോൾക്ക് ഇനി എന്ത് കാണിച്ചു തരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ലൈക്ക് ആൾക്കാർക്ക് ഇതന്നെ വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുണ്ടാവുക. ബട്ട് അതും സ്റ്റിൽ ഒരു ബൈങ് സെല്ലിങ് പ്രഷറാണെന്ന് വിചാരിക്കണവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇതിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്കിലോട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ ഈ ഒരു വീക്കിൻ്റെ കോർഡൻസിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ ലെവൽസിലോട്ടും പ്രൈസ് മേ ബി ട്രേഡ് ചെയ്ത് വരാം. ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെയിലി റിജക്ഷൻ ബ്ലോക്കിലോട്ട് പ്രൈസ് വരണം. എന്നിട്ട് ഇവിടുന്ന് ഒരു SMT കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ട് ഇവിടുന്ന് റിവേഴ്സലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷേ മുകളിലോട്ട് വരണ മുന്നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിക്കിൻ്റെ മിഡ് പോയിന്റിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പ്രൈസ് മേ ബി പ്രൈസ് ഇവിടെ എന്തെങ്കിലും ഒരു എൻവോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്യാപ്പ് അപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് ഈ ഒരു IFEGയിലോട്ട് ട്രേഡ് ചെയ്ത് ഈ ഒരു വിക്കിൻ്റെ മിഡ് പോയിന്റിലോട്ട് പ്രൈസ് മേ ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു വിക്കിൻ്റെ ഓപ്പണിംഗ് പ്രൈസിലോ അല്ലെങ്കിൽ ഈ ഒരു OBയുടെ ഓപ്പണിംഗ് പ്രൈസിലോട്ട് മേ ട്രേഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യണ ഒരു ഇന്ന് പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് മുകളിലോട്ട് വന്ന് റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് പിന്നെ പ്രൈസ് നമ്മൾ ഓൾ ഓവർ നരേഷൻ എന്ന് പറഞ്ഞിട്ട് സെൽ സൈഡ് ആയതുകൊണ്ട് പ്രൈസ് താഴത്തോട്ട് തന്നെ വരണം എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു വീക്കിൻ്റെ എക്കണോമിക് കലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേസിലൊന്നും മേജറായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഫ്രൈഡേ നമുക്ക് PPI ഒക്കെയാണ് വരണേ. സോ ആ ഒരു നമുക്ക് ന്യൂസസ് ആണ് മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഓഫ് ഇഞ്ചക്ഷൻ തരണേ. പിന്നെ നമുക്ക് 9:30 ഓപ്പണിംഗ് പ്രൈസും ആണ് ഇഞ്ചക്ഷൻ തരണേ. സോ അതിനൊക്കെ അലൈൻ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ആ ഒരു ഡേ ബേസ് നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. സോ ഇതൊക്കെയാണ് ഞാൻ നെക്സ്റ്റ് വീക്കിലോട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യണ കീ ലെവൽസും റെഫറൻസ് പോയിന്റ്സും. ഓക്കെ ജോഷുവ, കണ്ടിന്യൂ. സോ എന്റെ ഈ വീക്കിന്റെ ആന്റിസിപ്പേഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഞാൻ അടുത്ത വ്യൂയിലേക്കുള്ള ഞാൻ ഫോറക്സ് കലണ്ടറും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. സോ നമുക്ക് നീ ഇച്ചിരി കൊണ്ട് ഡീപ്പായിട്ട് പറഞ്ഞോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നീ ഇച്ചിരി കൊണ്ട് ഡീപ്പായിട്ട് പറഞ്ഞോടത്തേക്ക്.
ഓക്കെ സോ എന്റെ ആന്റിസിപ്പേഷൻ വീഡിയോസ് ഞാൻ ചെയ്യാം ഗൈസ്. നമുക്ക് ഒരു ഫേവറബിൾ ക്രാഷോ കാര്യങ്ങളോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. കാരണം ആ ഒരു കഴിഞ്ഞ ക്വാർട്ടറിന്റെ ലോ ഞാൻ കുറച്ച് നാളായിട്ട് നോക്കി വെച്ചിരിക്കുവാണ്. അത് നമ്മൾ ഈ ഒരു ഇയറിന്റെ ഏറ്റവും വലിയ മാനിപ്പുലേഷൻ ചിലപ്പോൾ ഒരു ക്വാർട്ടർലി ലോയിലേക്ക് ആയിരിക്കാം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. നമുക്ക് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഒരു കാര്യം നോക്കിയാൽ കാണാം, മൺഡേ ബെയറിഷ് ആയിരുന്നു. മൺഡേ ബെയറിഷ് ഓപ്പൺ ചെയ്യുന്ന വീക്സ് മോസ്റ്റ്ലി ബുള്ളിഷ് ആണ്. സോ നമുക്കൊരു ക്രാഷ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിഷ്യൽ ഡേയ്സ് ഓഫ് ദ വീക്ക് നമുക്ക് ബുള്ളിഷ് ആയാലും ഒരു മിഡ് വീക്കിന് നമുക്കൊരു റിവേഴ്സൽ കിട്ടി നമുക്കൊരു പ്രോപ്പർ ക്രാഷോ കാര്യങ്ങളോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം മൺഡേസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന്. അതനുസരിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങളുടെ മാർക്കറ്റ് മേക്കർ മോഡൽസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അടുത്തൊരു വീക്ക് എങ്ങനെയാണ് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ലൈവ് ആയിട്ട് ടെലഗ്രാമിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങൾ, ഞാൻ നോക്കുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കീ ലെവൽസും. സോ നമുക്കപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഫഹദ്, അപ്പം താങ്ക് യു ഫോർ കമ്മിങ്. നമുക്കിപ്പോ ഇനിയും ഇങ്ങനത്തെ ഇൻസൈറ്റ്സുമായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കാണാം. സോ അണ്ടിൽ ദെൻ ഗൈസ്, ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.